Yes, good morning, everyone. Welcome to yet another live session from IILT. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കില്ല, നമ്മൾ സ്ഥിരമായിട്ട് വെനസ്ഡേയ്സിലായിരുന്നു നമ്മൾ ലൈവ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ന് ട്യൂസ്ഡേ അല്ലേ, എന്തുകൊണ്ട് ട്യൂസ്ഡേ എന്നൊരു സംഭവം ഉണ്ടായിരിക്കും. നാളെ ഒരു ഇൻകൺവീനിയൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തേക്ക് ലൈവ് ഷിഫ്റ്റ് ചെയ്തു. സോ ഈച്ച് വീക്ക് എന്തെങ്കിലും ഒരു സംതിങ് ന്യൂ ലൈവായിട്ട് നിങ്ങളുടെ അടുത്ത് ചെയ്യണം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരണം ഫോർ ദിസ് ഓർഗാനിക് ഓഡിയൻസ് എന്നൊരു നിർബന്ധം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഒരാഴ്ച പോലും ലൈവ് മിസ്സാക്കാതെ നിങ്ങളിലേക്ക് ലൈവ് എത്തുന്നത് കേട്ടോ. സോ ദാറ്റ്സ് ദ റീസൺ വൈ വി ഹാവ് അറേഞ്ച്ഡ് എ ലൈവ് സെഷൻ ഓൺ ട്യൂസ്ഡേ. എന്തെങ്കിലും ഇൻകൺവീനിയൻസസ് ഉണ്ടെങ്കിലായിരിക്കും അത് നമ്മൾ നേരത്തെ പബ്ലിസിറ്റി സംഭവങ്ങളൊക്കെ ചെയ്തിട്ടായിരിക്കും കേട്ടോ ചെയ്യുക. അപ്പോൾ ഇന്ന് ട്യൂസ്ഡേയിൽ നമ്മളിന്ന് ലൈവ് വയ്ക്കാനുള്ള കാരണം ഫസ്റ്റ് ഓഫ് ഓൾ അതാണ്. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ നമുക്കൊരു മിനിറ്റിൽ തന്നെ നമുക്ക് നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആസ് യു ഓൾ നോ, ഐ എം ഹരി, വൺ ഓഫ് ദി OET ട്രെയിനേഴ്സ് ഫ്രം IILT. അപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഞാൻ തന്നെയാണ് ഇപ്പോൾ ലൈവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, റീഡിങ് ആൻഡ് ലിസണിങ് എന്ന് പറയുന്ന ആ ഒരു സെഷൻ നമ്മൾ ഏതാണ്ട് ഒന്ന് ലൈവ് സെഷൻ ഒന്ന് വൈൻഡപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ സ്പീക്കിങ്ങിൻ്റെ ലൈവ് സെഷനായിരുന്നു നമ്മൾ കഴിഞ്ഞൊരു 2-3 സെഷനായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. സോ സ്പീക്കിങ്ങിൻ്റെ നമ്മൾ ഇപ്പോൾ ഐ ഹോപ്പ് ഇത് നമ്മുടെ 3-ാമത്തെയോ 4-ാമത്തെയോ സ്പീക്കിങ്ങിൻ്റെ ലൈവ് സെഷനാണ്. ഇപ്പോൾ റീഡിങ്ങും ലിസണിങ്ങുമാണ് എല്ലാവർക്കും ഡിഫിക്കൽട്ടും അല്ലെങ്കിൽ എല്ലാവർക്കും ടഫായിട്ടുള്ളൊരു മൊഡ്യൂൾ എങ്കിലും നമ്മൾ സ്പീക്കിങ്ങിൻ്റെയും കൂടെ കൂടി ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു നിർബന്ധം ഉള്ളതുകൊണ്ടാണ് നമ്മൾ സ്പീക്കിങ്ങിൻ്റെയും കൂടെ കൂടി ലൈവ് നമ്മളിവിടെ കൊണ്ടുവരുന്നത് കേട്ടോ. സോ അപ്പം നമ്മൾ കഴിഞ്ഞ 2 ലൈവായിട്ട് സ്പീക്കിങ്ങിൻ്റെ ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ പോലെ കാര്യങ്ങൾ, പിന്നെ നമ്മൾ എങ്ങനെയാണ് സ്പീക്കിങ്ങിൻ്റെ നമ്മൾ ഡിഫറെൻറ്റ് റോൾ പ്ലേയിൽ വരുന്ന കേസസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. നോൺ, അൺനോൺ, പിന്നെ ഹോം സെറ്റിങ്സ്, കേസ് വി ഡസൻ റിക്വയർ ആൻ ഇൻട്രൊഡക്ഷൻ, പിന്നെ ഒരു നോൺ അൺനോൺ കേസിൻ്റെ ഒരു സിങ്കിങ്, അങ്ങനെ പല രീതിയിലുള്ള അത് നമ്മൾ ഒരു ലൈവ് സെഷനിൽ കണ്ടു. പിന്നീട് നമ്മൾ കീവേഡ്സ് എന്തൊക്കെയാണെന്നുള്ള ഒരു സംഭവം നമ്മൾ കണ്ടു. ഇൻഫർമേഷൻ ഗിവിങ്ങിനെയാണോ ഗ്യാദറിങ്ങിനെയാണോ നമ്മൾ റോൾ പ്ലേ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ in the task point, what are the keywords that OET gives, and according to the keywords how we can prepare a conversation, how we can understand whether it is information giving or information gathering എന്നറിയാനായിട്ടൊരു സെഷൻ നമ്മൾ 2ാമത് നടത്തിയായിരുന്നു. 3rd സെഷനിൽ നമ്മൾ ഇതിനെ എങ്ങനെ പ്രാക്ടിക്കലാക്കി ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ഒരു ലൈവ് സെഷൻ നമ്മൾ ചെയ്തായിരുന്നു. സോ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു കൾമിനേഷനായിട്ട്, സോ വാട്ട് ഓൾ വി ഹാവ് ടോൾഡ് ഇൻ ദ ലാസ്റ്റ് 3 സെഷൻസ്, അതിൻ്റെ എല്ലാം ഒരു കൾമിനേഷൻ, അതിൻ്റെ എല്ലാം ഒരു കൺക്ലൂഷനായിട്ടാണ് ഈ ഒരു സെഷൻ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഇപ്പോൾ നമ്മൾ പോസ്റ്റർ പറഞ്ഞ പോലെ തന്നെ സ്പീക്കിങ്ങിന് ഒരു A ഗ്രേഡ് കിട്ടുക, അല്ലെങ്കിൽ സ്പീക്കിങ്ങിന് നമുക്കൊരു വ്യക്തമായ ഒരു സ്കോർ സെക്യൂർ ചെയ്യുക. സോ നമുക്കറിയാം 350 എന്ന് പറയുന്നതാണ് നമ്മുടെ OETക്ക് നിങ്ങൾക്ക് സ്പീക്കിങ്ങിന് വേണ്ട ഒരു സ്കോറെങ്കിലും ഒരു മിനിമം ഓഫ് 350, മാക്സിമം നമുക്ക് സ്പീക്കിങ്ങിനൊരു ഗ്രേഡ് കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതായത് കംപ്ലീറ്റ് സ്പീക്കിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള ഒരു സെഷനായിട്ടാണ് നമ്മൾ ഇന്ന് സംഭവം എത്തിയിരിക്കുന്നത്. സോ അതാണ് നമ്മുടെ സംഭവം, നമ്മുടെ ഇന്നത്തെ ലൈവ് സെഷൻ. അപ്പോൾ ഇന്നത്തെ നമ്മളിൽ ലൈവിൽ എന്താണ് സ്പീക്കിങ്ങിൻ്റെ 3 സ്റ്റേജസ് എന്നുള്ളതും വാമപ്പ് ക്വസ്റ്റ്യൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും, ദോ വാമപ്പ് ക്വസ്റ്റ്യൻ ഇസ് നോട്ട് അസെസ്ഡ്, ദാറ്റ് ഡസൻറ്റ് എഫക്റ്റ് യുവർ മാർക്സ്, എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് വാമപ്പ് സെഷൻ എന്നുള്ളൊരു കാര്യം. ആഫ്റ്റർ ദാറ്റ് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ടൈം 3 minutes and 5 minutes എന്താണെന്നും, ഹൗ യു നീഡ് ടു യൂട്ടിലൈസ് ദോസ് 3 minutes and how you need to utilize those 5 minutes and some other things that you inevitably you need to follow when your speaking is done. അതാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ സ്പീക്കിംഗ് എന്ന് പറയുന്നൊരു സംഭവം ചെയ്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ഫോർ ദി ഫസ്റ്റ് ഇൻസ്റ്റൻസ് ഈ OET സ്റ്റുഡൻസ് അല്ലെങ്കിൽ OET കാൻഡിഡേറ്റ്സ് സ്പീക്കിങ്ങിലേക്ക് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്കതൊരു എന്താ പറയുക, ഒരു ഇൻഹിബിഷനുള്ള ഒരു മൊഡ്യൂളായിട്ട് മിക്കവാറും ഞാൻ കണ്ടിട്ടുണ്ട്. ബിക്കോസ് ദിസ് ഈസ് വെയർ വി നീഡ് ടു എക്സ്പ്രസ് അവർ സെൽസ്. ഒരാളുടെ മുഖത്ത് നോക്കി ഒരു കോൺവെർസേഷനിൽ ഏർപ്പെടേണ്ട ഒരു സംഭവമാണ്. ബാക്കിയെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡിംഗ് ആണ്, നമുക്കൊരു റീഡിംഗ് മെറ്റീരിയൽ തരും, ലിസണിംഗ് ആണ്, ലിസണിംഗ് മെറ്റീരിയലും, റൈറ്റിംഗ് ആണ്, റൈറ്റിംഗ് മെറ്റീരിയൽ തരും. അവിടെ നമ്മളൊരാളോട് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരു സെറ്റപ്പ് അല്ല നമുക്കവിടെ
വന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് സംതിങ് എൽസ്. പക്ഷേ ഇവിടെ എന്താ സംഭവം, നമ്മളൊരാളുടെ മുഖത്ത് നോക്കി കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. സോ മെനി കൺസിഡർ ഇറ്റ് ആസ് സംതിങ്, ഒരു പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഒരു ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു സംഭവമായിട്ടാണ് ഇനീഷ്യലി സ്റ്റുഡൻസ് ഇതാറ്. പക്ഷേ അവർക്കതിൻ്റെ കാര്യങ്ങളും അവർക്കതിൻ്റെ ബാക്കിയുള്ളതെല്ലാം മനസ്സിലായി കഴിഞ്ഞ് കഴിയുമ്പോൾ സ്പീക്കിംഗ് മോഡ്യൂളിൽ അവർ വളരെയധികം എക്സൽ ചെയ്യുന്ന ഒരു സിസ്റ്റം, എക്സൽ ചെയ്യുന്ന ഒരു രീതി നമ്മളവിടെ കാണാറുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ OET സ്പീക്കിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ OET speaking is not something that is done in order to assess your knowledge in your nursing. നിങ്ങൾ നഴ്സിംഗിൽ നിങ്ങളുടെ മെഡിക്കൽ ഫീൽഡിലെ നോളജ് അസസ് ചെയ്യാനായിട്ടുള്ള ഒരു സംഭവമല്ല. നിങ്ങൾക്കൊരു 5 minutes ടൈം തരുന്നുണ്ടെങ്കിൽ ആ 5 minutesൽ നിങ്ങൾ സ്പീക്ക് ചെയ്യാനായിട്ട് സമയം തരുന്നുണ്ടെങ്കിൽ ആ 5 minutesൽ നിങ്ങൾ എത്രത്തോളം നിങ്ങൾ ആ ഒരു സംഭവത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നു, എത്രത്തോളം ലൈവായി നിങ്ങൾ സംസാരിക്കുന്നു, എത്രത്തോളം പെർഫെക്റ്റ് അല്ലെങ്കിൽ എത്രത്തോളം നന്നായി നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നു ബേസ്ഡ് ഓൺ സം ക്രൈറ്റീരിയ, അതാണ് OET അവിടെ നോക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് എത്രത്തോളം മെഡിക്കൽ നോളജ് ഉണ്ട്, നിങ്ങളുടെ മെഡിക്കൽ നോളജിൻ്റെ ഒരു ബൂസ്റ്റിംഗ്, നിങ്ങളുടെ മെഡിക്കൽ നോളജിൻ്റെ ഒരു എക്സ്ട്രാവാഗൻസ് കാണിക്കാൻ വേണ്ടിയിട്ടല്ല OET അവിടെ നിങ്ങളെ അസസ് ചെയ്യുന്നത്. ഓക്കെ, ഹായ് അജ്മൽ, ഹൗ ആർ യു? ആതിര, യെസ്, ഗുഡ് മോർണിംഗ് ആതിര. ഓക്കെ, സോ ഹോപ്പ് യു ആർ ഡൂയിങ് ഗുഡ്. ഓക്കെ, അപ്പോൾ നമ്മളവിടെ എത്രത്തോളം നമ്മുടെ ഒരു മെഡിക്കൽ ഫീൽഡ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല OET ഈസ് ഗിവിങ് ദിസ് പർട്ടിക്കുലർ തിങ്. ദേ നീഡ് ടു അസസ് യുവർ എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് ഇൻ ഇംഗ്ലീഷ്, ഹൗ ഗുഡ് യു കമ്മ്യൂണിക്കേറ്റ് ഇൻ ഇംഗ്ലീഷ്. അതുകൊണ്ടാണ് അത് നിങ്ങൾക്ക് തരുന്നത്. അലീന, ഹായ്, ഹോപ്പ് യു ആർ ഫൈൻ. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ, അതുകൊണ്ടാണ് OET നമ്മളെ അതിനെ ഒരു 5 minutes എന്ന് പറയുന്ന ഒരു കമ്പാർട്ട്മെൻ്റലൈസ്ഡ് ടൈം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, so the first thing that you need to understand is that something we have already told in the previous sessions. എന്താണ് അതിൻ്റെ 3 എങ്ങനെയാണ് OET സ്പീക്കിംഗ് അവർ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ലൈവ് കാണുന്ന നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ OET എക്സാം എഴുതിയിട്ടുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഫസ്റ്റ് ടൈം നിങ്ങൾ OET എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിൽ നിൽക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഒരു ഓറിയൻറ്റേഷൻ സെഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മാം അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്ട്രക്ടർ പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും എന്താണ് നിങ്ങൾക്ക് 3 സെഷനായിട്ടാണ് OETയുടെ സ്പീക്കിംഗ് നടക്കുക. അറ്റ് ദ സെയിം ടൈം ഫോർ യുവർ ഒറിജിനൽ OET എക്സാം യു നീഡ് ടു അറ്റൻഡ് 2 റോൾ പ്ലേ സെഷൻസ് ആൻഡ് ദിസ് ഇസ് ദ പ്രോട്ടോകോൾ, ദിസ് ഇസ് ദ ഫ്രെയിം ഓഫ് റെഫറൻസ് അണ്ടർ വിച്ച് യു നീഡ് ടു ഗോ യുവർ സ്പീക്കിംഗ് സെഷൻ. അപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ പോയി കഴിയുമ്പോൾ 2 റോൾ പ്ലേ സെഷൻസ് നമ്മൾ ചെയ്യണം, അല്ലെങ്കിൽ 2 റോൾ പ്ലേ കാർഡ്സ് നമുക്ക് എടുക്കാനുണ്ട്. ആൻഡ് ദ ഫസ്റ്റ് തിങ് ദാറ്റ് യു, അപ്പോൾ അതിനെ ആ റോൾ പ്ലേ സെഷൻ നമ്മൾ 3 സെക്ഷനായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ ഫസ്റ്റ് സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനറൽ എല്ലാ സ്പീക്കിംഗ് ടെസ്റ്റിലുള്ളതുപോലെ തന്നെ, ഇപ്പോൾ IELTSലാണെങ്കിലും PT-യിലാണെങ്കിലും എല്ലാത്തിലും ഉള്ളതുപോലെ തന്നെ ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ്റെ സെഷൻ നമുക്ക് അവിടെ ഉണ്ടാവും. അതിനാണ് നമ്മളവിടെ ഒരു വാം അപ്പ് സെഷൻ എന്ന് നമ്മൾ ഇവിടെ പറയാം. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ആൻ OET സ്പീക്കിംഗ് സെഷൻ ഇസ് എ വാം അപ്പ് സെഷൻ. വാം അപ്പ് സെഷൻ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. സെക്കൻഡ് സെഷൻ എന്ന് പറയുന്നത് ഒരു 3 minutes പ്രിപ്പറേഷൻ ടൈം എന്ന് പറയുന്ന ഒരു ടൈം ആയിരിക്കും. ദാറ്റ് ഇസ് ദ സെക്കൻഡ് കമ്പാർട്ട്മെൻറ്റ്. ആൻഡ് ദ തേർഡ് സെഷൻ ദാറ്റ് യു നീഡ് ടു ടേക്ക് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് യുവർ OET സ്പീക്കിംഗ്, ദാറ്റ് ഈസ് യുവർ എനാക്ട്മെൻറ്റ് ടൈം അല്ലെങ്കിൽ യുവർ പ്രസൻറ്റേഷൻ ടൈം. അതാണ്. സോ ഒരു വാം അപ്പ് സെഷൻ, അപ്പോൾ വാം അപ്പ് സെഷൻ പിന്നെ 3 minutes. അപ്പോൾ ഈ 3 minutes ആൻഡ് 5 minutes ദിസ് ഇസ് ഫിക്സ്ഡ്. അപ്പോൾ പ്രിപ്പറേഷൻ ടൈമിൻ്റെ 3 minutesഉം നിങ്ങളുടെ പ്രസൻറ്റേഷൻ ചെയ്യാനായിട്ടുള്ള 5 minutesഉം ഫിക്സ്ഡ് ആണ്. അപ്പോൾ ഒരു 8 minutes തന്നെ അവിടെ പോയി ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ ടൈം ഡിപ്പെൻഡ്സ് upon ഹൗ മെനി വാം അപ്പ് ക്വസ്റ്റ്യൻസ് ദാറ്റ് യു ഗെറ്റ്. സോ ജനറലി നമ്മൾ അതിനൊരു 3 minutes ഒക്കെ കൺക്ലൂഡ് ചെയ്തെങ്കിൽ ഓവറോൾ വി സം അപ്പ് ഇറ്റ് ആസ് ഫോർ എ സിംഗിൾ റോൾ പ്ലേ സെഷൻ ഇറ്റ്സ് അബൌട്ട് 10 minutes. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ പോവുക. പക്ഷേ ഇവിടെ നമ്മൾ OETയിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പം ഞാൻ മുമ്പ് IELTS എഴുതിയിട്ടുണ്ട്, PT എഴുതിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവിടെ OETയിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ IELTSലും PT-യിലും ഒക്കെ പ്രശ്നം നമ്മളെല്ലാം പറയുന്ന കാര്യങ്ങളും ദാറ്റ് കംപ്ലീറ്റ്ലി അഫക്റ്റ് യുവർ മാർക്സ്, അത് നിങ്ങളുടെ മാർക്സിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ OET എന്ന് പറയുന്നത് നമ്മുടെ സെക്ഷനിലേക്ക് എത്തിക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഓഫ് യുവർ OET സ്പീക്കിംഗ് അതെന്താണ്, ഈ വാം അപ്പ് സെഷൻ എന്നുള്ളത് നിങ്ങളുടെ മാർക്സിനെ അത് അഫക്റ്റ് ചെയ്യുന്നില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം വാം അപ്പ് സെഷൻ മാർക്സിനെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് വാം അപ്പ് സെഷനെ അത്ര ലൈറ്റ് ആയിട്ട് കാണാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു ടെൻഡൻസി ഇതിനെ മാർക്സിനെ അഫക്റ്റ് ചെയ്യുന്നല്ലോ, സോ ഇവിടെ നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്സ് വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാം അപ്പ് സെഷനെ നമുക്കൊരു സില്ലി ആയിട്ടങ്ങ് കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രത്തോളം അത് പോരെ എന്നുള്ള ഒരു ടോക്ക് നമുക്കുണ്ടാകും. ദാറ്റ് ഡസൻ മേക്ക് സെൻസ്. എന്തുകൊണ്ടാണ്? സിൻസ് എവറിത്തിങ് ഈസ് ബീങ് റെക്കോർഡഡ്. അപ്പോൾ എല്ലാം റെക്കോർഡ് ചെയ്യായതുകൊണ്ട് തന്നെ ദ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ അടുത്ത് വാം അപ്പ് ക്വസ്റ്റ്യൻ നമ്മുടെ ഇൻ്റർലൊക്യൂട്ടർ അല്ലെങ്കിൽ നമ്മുടെ എക്സാമിനർ ചോദിക്കുമ്പോൾ അതിലും നമ്മൾ എത്രത്തോളം നന്നായിട്ട് നമ്മൾ അതിനോട് പെർഫോം ചെയ്യുന്നു എന്നതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ദാറ്റ് ഇസ് ദ ഫസ്റ്റ് തിങ് ദാറ്റ് എ പേഴ്സൺ ഗോയിങ് ടു അസസ് യുവർ സ്പീക്കിംഗ് ഹിയേഴ്സ്.
അപ്പോൾ അവിടെ തന്നെ നമുക്കൊരു നല്ല രീതിയിലൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് തിങ് ദാറ്റ് യു ക്യാൻ ഡു ഹിയർ വെൻ യു സ്റ്റാർട്ട് യുവർ OET സ്പീക്കിംഗ് സെഷൻ. സോ വാം അപ്പ് സെഷൻ നിങ്ങൾക്ക് അസസ് ചെയ്യുന്നില്ലെങ്കിലും റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ഗിവ് ഗുഡ് ആൻസേഴ്സ് ടു യുവർ വാം അപ്പ് സെഷൻ. ഓക്കെ, സോ വാം അപ്പ് സെഷനിൽ ഇപ്പോൾ ഐ കനോട്ട് ടെൽ ലൈക്ക് അതൊരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻ്റ് അല്ല ഈ വാം അപ്പ് സെഷൻ എന്ന് പറയുന്നത്. ബിക്കോസ് ഐ കനോട്ട് സേ ദാറ്റ് നിങ്ങൾക്കൊരു 4 questions അല്ലെങ്കിൽ 3 questions അല്ലെങ്കിൽ ഒരു 2 questions മാത്രമേ വാം അപ്പ് സെഷനിൽ വരുള്ളൂ എന്നുള്ള ഒരു tightness അവിടെ ഇല്ല. That depends upon the job of the interlocutor. That depends upon the mood of the interlocutor. Since I repeat the same thing, I have known that നേരത്തെ ഒരു സ്റ്റുഡൻറ്റിന് 2 or 3 വാം അപ്പ് ക്വസ്റ്റ്യൻസ് കിട്ടിയ സ്റ്റുഡൻസിനെ എനിക്കറിയാം. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഒരു സ്റ്റുഡൻസ് എന്നെ വിളിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷീ ഓൾമോസ്റ്റ് ഗോട്ട് 12 വാം അപ്പ് ക്വസ്റ്റ്യൻസ്. സോ അത് that depends on that particular time and the mood or something else. അപ്പോൾ എന്തായിരിക്കാം നമ്മുടെ വാം അപ്പ് ക്വസ്റ്റ്യൻ്റെ ഒരു സംഭവം? സോ വാം അപ്പ് ക്വസ്റ്റ്യൻ്റെ ഒരു മേജർ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ക്രിയേറ്റ് എ ബെറ്റർ ഇംപ്രഷൻ. അതാണ്. അപ്പോൾ ആ വാം അപ്പ് സെഷനിൽ തന്നെ നമ്മളോട് പല ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിയുമ്പോൾ നമ്മൾ ആൻസർ ചെയ്യുന്നതിനെ അനുസരിച്ച് തന്നെ അസസ് ചെയ്യുന്ന ആൾക്ക് മനസ്സിലാവും ദിസ് പേഴ്സൺ ഹാസ് എ ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഓർ വെദർ ഹി ഹാഡ് ലാക്സ് സംതിങ്. ഓക്കെ, സോ അതാണ് വാം അപ്പ് സെഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കാം വാം അപ്പ് സെഷൻ? ഈ വാം അപ്പ് സെഷനിൽ നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് സുനിത ട്രൈ ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. സുനിത, ഓക്കെ, വി ആർ ടാർഗറ്റിംഗ് എ മേജർ മലയാളി ഓഡിയൻസ്. Okay, so since your convenience, I'll mix up the language. Okay, so what is the thing when we come to this warm-up session? In this warm-up session, there are possibilities that you may get 2 type of questions. You will get 2 type of questions. One question, so the one type of question is something that is related to your personal things. Appo personal questions, and the second type is the professional questions. So personal and professional, these 2 type of questions ningalku warm-up session il ningalku kittam. For example, the familiar questions that you know regarding the warm-up session, introduce yourself. Why did you choose nursing? Why did you want to write OET? Which is your favorite destination? Why you want to migrate to your favorite destination? So these are the things that takes the common questions that are related to your personal. ഇതാണ് നിങ്ങളെ സംബന്ധിക്കുന്ന personal questions. പിന്നെ tell me about your favorite food, something that is odd but still it's a personal kind of question to you. അപ്പോൾ these type of questions are the commonly used or commonly appeared personal type of questions. And then the next type of question that the interlocutor can ask you is professional kind of questions. So as a nurse, അവിടെ എന്താവും questions directly നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ പ്രൊഫഷനാണ്. How will you handle stress? How beneficial the nursing, how lucrative the field of nursing, so or what are the benefits or what are the qualities that a nurse require? How will you handle stress in your profession? Tell me a typical working day of a nurse. Then how will you handle an angry, agitated patient? So these are the type of questions that you can get when you come to your professional kind of thing. So these 2 type of questions are mainly there in your comes in your warm up session. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യുക? So and the thing is that see കോമൺലി എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും വാം അപ്പ് സെഷൻ ചോദിച്ചു കഴിയുമ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം റിപ്പീറ്റ് ചെയ്യുന്നതാണ്. ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്, വേർ യു സെൽഫ് ഫൈൻഡ് ആഫ്റ്റർ 5 years, why do you want to choose OET, which is your favorite destination, why you want to migrate there, who's your favorite role model, what triggered you to take or what prompted you to embark on your nursing profession. അങ്ങനെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ബട്ട് അപ്പോൾ that doesn't mean that the same phrase will be asked in the question. ഈ സെയിം രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ OET ഒറിജിനൽ എക്സാമിന് ചോദിക്കണമെന്ന് നിർബന്ധമില്ല. അവരെന്ത് ചെയ്യും? ഈ സെയിം സംഭവത്തെ തന്നെ they will twist. നമ്മൾ ഈ റീഡിംഗ് ലിസണിങ്ങിൽ നമ്മൾ പറയത്തില്ല പാരാഫ്രൈസിംഗ് എന്ന് പറയുന്ന സംഭവം. സോ അവർ പാരാഫ്രൈസ് ചെയ്തായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ എന്ന് ചോദിക്കുന്നതിനേക്കാളും കൂടുതൽ അവരെന്ത് ചെയ്യും? ടു വിച്ച് കൺട്രി യു വോണ്ട് ടു മൈഗ്രേറ്റ് ആൻഡ് വൈ? അങ്ങനെ ആയിരിക്കും അവരതിനെ എന്ത് ചെയ്യുക? പാരാഫ്രൈസ് ചെയ്ത് വയ്ക്കുക. സോ ഡിറക്റ്റ് ആവണമെന്നില്ല. ദേ വിൽ ബി ആസ്കിങ് ദ ക്വസ്റ്റ്യൻസ് ഇൻ മെനി വേസ്. ഓക്കെ, അങ്ങനെ ആയിരിക്കാം വരിക. ആൻഡ് ദ തിങ് ഇസ് ദാറ്റ് ഡോണ്ട് ജംപ് ഇൻ ടു ദാറ്റ് ക്വസ്റ്റ്യൻ. അതാണ് സംഭവം. സോ ഫെമിലിയർ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിയുമ്പോൾ ജസ്റ്റ് ഡോണ്ട് നിങ്ങളൊരു മെൻറ്റാലിറ്റിയിൽ ഇരിക്കരുത് ഈ ക്വസ്റ്റ്യൻസ് ഞാൻ ഇപ്പോൾ വരും എന്നോർത്തുകൊണ്ടാണ് ഇരിക്കുന്നത് എന്നുള്ളൊരു സിസ്റ്റത്തിലേക്ക് നിങ്ങൾ പോകരുത്. അക്സെപ്റ്റ് ദ ക്വസ്റ്റ്യൻ ആൻഡ് ഫേസ് ദ ക്വസ്റ്റ്യൻ ആസ് എ പ്രൊഫഷണൽ മാനർ ആൻഡ് പ്രിറ്റൻഡ് ഇറ്റ് ആസ് ഇഫ് യു ആർ അറ്റൻഡിങ് ദ ക്വസ്റ്റ്യൻ ഫോർ ദ ഫസ്റ്റ് ടൈം. സോ അങ്ങനെ ഒരു അപ്രോച്ച് എടുക്കുക. ആൻഡ് ദ നെക്സ്റ്റ് തിങ് ദാറ്റ് യു നീഡ് ടു ക്ലാരിഫൈ ഇസ് ദാറ്റ് ഇപ്പോൾ
interlocutor can ask anything. Some kind of unfamiliar questions നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു unfamiliar vocabulary ഉപയോഗിച്ചിട്ടാണ് that since if that person is asking the questions, don't hesitate to seek a clarification. Okay, അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വേർഡ്, നിങ്ങൾക്ക് അറിയില്ലാത്തൊരു വേർഡ് വെച്ചിട്ടാണ് that person question frame ചെയ്യുന്നതുണ്ടെങ്കിൽ, if you don't understand that particular word, you can just seek a clarification. Okay, so നിങ്ങൾ ഊഹിച്ചെടുത്ത് ഒരു unprofessional kind of answer കൊടുക്കുന്നേക്കാളും നല്ലത് you just understand what the question is all about and then go for an answer. Okay, so ഇതാണ് നമ്മൾ മേജർലി ചെയ്യേണ്ട കാര്യങ്ങൾ. സോ സിൻസ് ഈവൻ ദോ വാം അപ്പ് ക്വസ്റ്റ്യൻ ഡസൻറ്റ് എഫക്ട് യുവർ മാർക്സ്, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ഫ്രെയിം ഓർ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ഗിവ് ഗുഡ് ആൻസേഴ്സ് ടു ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഈസ് ബീങ് ആസ്ക്ഡ്. Okay, so that is the major thing that we need to be considered when regarding the warm up session. പിന്നെ generally students ചെയ്യുന്ന ഒരു ടെൻഡൻസി ആണ് കിട്ടാവുന്ന അത്രയും വാം അപ്പ് ക്വസ്റ്റ്യൻസ് ഒരു ബുക്കിൽ എഴുതി വെച്ചതിന് ശേഷം they will write as answer and sometimes they used to by heart that particular thing. If you ask me, is that good? നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് തെറ്റാണെന്നൊന്നും പറയത്തൊന്നുമില്ല. പക്ഷേ ഒരു ബൈ ഹാർട്ട് ചെയ്തിരിക്കുന്നതാണ് എന്നുള്ളൊരു ടെൻഡൻസി നിങ്ങൾ ആൻസർ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് വരുത്താതിരിക്കാൻ നോക്കുക. ബിക്കോസ് നമ്മൾ ബൈ ഹാർട്ടായിട്ടാണ് പറയുന്നതെന്നുള്ള കാര്യം വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇൻ്റർലോക്യൂട്ടേഴ്സ് ആണ് അവരിയ്ക്കുന്നെങ്കിൽ ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഫ്രം ദ ഫസ്റ്റ് സെൻറ്റൻസ് ഇറ്റ് സെൽഫ് ദാറ്റ് നിങ്ങളത് ഓൾറെഡി മഗ്ഗപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ആൻസർ ആണെന്നുള്ളൂ. സോ ദാറ്റ് ഡസൻറ്റ് മേക്ക് സെൻസ്. സി ഓൾറെഡി നമ്മൾ കാണാപ്പാടം പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു ആൻസർ അവിടെ പോയി ബൈ ഹാർട്ട് ചെയ്ത് പറയുമ്പോൾ അത് നിങ്ങളുടെ ലാംഗ്വേജ് എഫിഷ്യൻസീനെ അല്ലെങ്കിൽ ലാംഗ്വേജിൻ്റെ പ്രൊഫിഷ്യൻസീനെ ദാറ്റ് ഡസൻറ്റ് make sense. അതല്ല സംഭവം. So even though you have studied that same thing before, please pretend that you haven't you are getting that question for the first time. So അങ്ങനെയുള്ള ഒരു രീതിയിൽ വേണം അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട്. സോ നിങ്ങൾക്കിപ്പോൾ കോമൺ ആയിട്ടുള്ള വാം അപ്പ് ക്വസ്റ്റൻ എന്താണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെക്കാം. ഇപ്പോൾ ഞാനൊക്കെ വാം അപ്പ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു സെഷൻ മാത്രമായിട്ട് എടുക്കാറുണ്ട്, കോമൺലി യൂസ്ഡ് വാം അപ്പ് ക്വസ്റ്റ്യൻസ് എന്നുള്ള കാര്യം. ആൻഡ് വി യൂസ് ടു ഡിസ്കസ് ഹൗ വി ക്യാൻ ഫ്രെയിം എ ഗുഡ് ആൻസർ ഫോർ ദാറ്റ് എന്നുള്ളത്. അപ്പോൾ റെഡ്ലി ഇല്ലെങ്കിൽ യു ക്യാൻ യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് കോമൺലി ആസ്ഡ് വാം അപ്പ് ക്വസ്റ്റ്യൻസ് ഇൻ OET എന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. ഇത് യു ക്യാൻ ഗോ ഫോർ ഗൂഗിൾ ആൻഡ് ടേക്ക് അപ്പ് ദ ക്വസ്റ്റ്യൻസ് ആൻഡ് ട്രൈ ടു ഫ്രെയിം ആൻസർ ബൈ യുവർ സെൽഫ്. ഇഷ്ടംപോലെ ആൻസേഴ്സ് ഗൂഗിളിൽ തന്നിട്ടുണ്ടായിരിക്കും. ജസ്റ്റ് ചിലർ എന്ത് ചെയ്യും, സെൽഫ് ഇൻട്രൊഡക്ഷനിൽ ബാക്കിയുള്ളവരുടെ പേരായിരിക്കും തന്നിരിക്കുന്നത്, എൻ്റെ പേരെടുത്ത് അവിടെ ഇടും ആൻഡ് ദേ വിൽ മഗ് അപ്പ് ദ സെയിം സെൻറ്റൻസ്. ജസ്റ്റ് ഡോണ്ട് ഗോ ഫോർ ദാറ്റ് പർട്ടിക്കുലർ തിങ്. ട്രൈ ടു ഫ്രെയിം ആൻ ആൻസർ ബൈ യുവർ സെൽഫ് ആൻഡ് പ്രസൻറ്റ് ഇറ്റ് വെൽ ഇൻ യുവർ വാം അപ്പ് സെഷൻ. സോ ദിസ് ഇസ് ദ മേജർ തിങ് ദാറ്റ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് while handling the first round called warm-up session. Okay, ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. സോ നമ്മുടെ വാം അപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന സെഷൻ ഇസ് ഓവർ. ഇനിയാണ് നമ്മുടെ മേജർ തിങ്ങിലേക്ക് നമ്മൾ എത്താം. ഓക്കെ, സോ ഫസ്റ്റ് ആഫ്റ്റർ ദ വാം അപ്പ് സെഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അവിടെയാണ് നിങ്ങൾക്ക് കാർഡ് കിട്ടുക. യു വിൽ ബി ഗിവൺ ദ OET റോൾ പ്ലേ കാർഡ്. OET റോൾ പ്ലേ കാർഡ് നിങ്ങൾക്ക് കിട്ടുന്നു. OET റോൾ പ്ലേ കാർഡ് നിങ്ങൾക്ക് കിട്ടിയതിന് ശേഷം എന്താ, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ യു ടു സ്റ്റാർട്ട് ദ റോൾ പ്ലേ സെഷൻ റെഡിലി or simultaneously when you get the card. A card കിട്ടുന്ന സെയിം സമയത്ത് തന്നെ it is not possible because we need to understand what all things are there in your card, what are the tasks that OET gives you, or what are the things that the OET want you to take, or what are the things that you want to ask or you want to get or you want to collect from the patient. So we need to familiarize with that card. We need to we need to understand the card. So in order to understand the card or in order to get familiar with this card, അതിനാണ് we have the second thing called preparation time. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കാർഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു 3 minutes ടൈം നിങ്ങൾക്ക് വരും. സോ ദാറ്റ് ഇസ് ദ സെക്കൻഡ് സെഷൻ റിഗാർഡിംഗ് ദി OET സ്പീക്കിംഗ്. ദ നെക്സ്റ്റ് സെഷൻ ഇസ് 3 minutes പ്രിപ്പറേഷൻ ടൈം. സോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഹൗ വി ക്യാൻ, വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് യു ക്യാൻ ഡു in that 3 minutes preparation time, or if I paraphrase, how effectively we can use those 3 minutes. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് സംഭവം. ഓക്കെ, സോ ഇഫക്റ്റീവ് യൂസ് ഓഫ് 3 minutes പ്രിപ്പറേഷൻ ടൈം ആണ് നമ്മുടെ നെക്സ്റ്റ് തിങ്. സോ ഇവിടെ ഹൗ ഇഫക്റ്റീവ്ലി വി യൂസ് ദാറ്റ് പർട്ടിക്കുലർ 3 minutes ടൈം, അവിടെയാണ് ദാറ്റ് ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ഇൻ ടു നെക്സ്റ്റ് 5 minutes. അപ്പോൾ ആ 5 minutesനെ നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു കാറ്റലിസ്റ്റാണ് ഈ 3 minutesൽ നമ്മൾ എത്ര നന്നായിട്ട് നമ്മളതിനെ പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ള കാര്യം. ഓക്കെ,
So imagine that I am the person who is attending the role play session and there is an interlocutor in front of me. അപ്പോൾ interlocutor എനിക്ക് കാർഡ് തരികയാണ്. അപ്പോൾ interlocutor കാർഡ് തരുന്നു and I have a pencil with me and just imagine that is a pencil. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? So the first thing that we need to understand when you get those 3 minutes preparation time is we need to understand the card. We need to analyze the card. We need to get familiarized with the card. So that's the first thing. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കാർഡിനെ ഫെമിലിയറൈസ് ചെയ്യാൻ പറ്റുക? So the first the first instance by which we can get familiarized with the card is by the 2 things. First is understanding the setting and the next is the scenario. Setting scenario identify cheyanulladaanu first thing. And what do you mean by the understanding that is connected? Setting scenario. So understanding the card means the first thing that you need to understand is that you need to differentiate the case. We need to identify the case. എങ്ങനെയാണ് നമ്മൾ കേസ് ഐഡന്റിഫൈ ചെയ്യുക? Just differentiate the case as a known case and an unknown case. So this is the first thing that you need to do when you get or when you are utilizing those 3 minutes preparation time. എങ്ങനെയാണ് നമുക്കതിനെ ഒരു നോൺ കേസ് ആണോ അൺനോൺ കേസ് ആണോ എന്ന് ഫസ്റ്റ് മനസ്സിലാക്കുക? By looking at the 2 clues. First you can understand. First you can look at the settings and next you can look at the scenario. Okay. But the major thing that I need to tell you guys is that just don't delve into a conclusion by understanding the setting or by reading the setting. Setting കണ്ടുകൊണ്ട് മാത്രം ഇതൊരു നോൺ കേസ് ആണ് അൺനോൺ കേസ് ആണെന്നുള്ളൊരു ഒരു സഡൻ ഒരു സ്പോണ്ടേനിയസ് കൺക്ലൂഷനിലേക്ക് എത്താതിരിക്കുക. ഇറ്റ് ഈസ് സോ റെയർ ദാറ്റ് യു ക്യാൻ ജംപ് ഓർ ഇറ്റ് ഈസ് സോ റെയർ ദാറ്റ് യു ക്യാൻ ഫിക്സ് തിങ് ബൈ ലുക്കിംഗ് ദ സെറ്റിങ്സ്. അപ്പോൾ ചില സമയത്തൊക്കെ ഒരു ഹോസ്പിറ്റൽ വാർഡ്, ഒരു കാഷ്വാലിറ്റി വാർഡ്, ഒരു എമർജൻസി വാർഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അങ്ങനെയുള്ള ഒരു സെറ്റിങ്സ് ഒക്കെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിനെ ഒരു നോൺ കേസ് ആയിട്ട് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാമെങ്കിലും we need to confirm that particular thing. So first read the setting and in order to confirm whether it is a known or unknown case, read the next part, that is the scenario part. Okay, by understanding the setting and scenario, first you need to classify or you need to identify or you need to compartmentalize the card into a known or an unknown case. ഇതാണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, സോ നമ്മൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് അതൊരു നോൺ ആണ് ഒരു അൺനോൺ ആണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം വി ക്യാൻ ജോട്ട് ഡൗൺ ദെയർ ഓർ വി ക്യാൻ റൈറ്റ് എ ബ്രീഫ് thing, use your pencil that it is a known case. It is a known case ആണെങ്കിൽ how you are going to start the intro or in what ways you are going to start the intro, അതിൻ്റെ ഒരു ജിസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ജോട്ട് ഡൗൺ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ അവിടെ ഒന്ന് കുത്തിക്കുറിച്ച് വെക്കാം, അല്ലെങ്കിൽ just you can make a note of it. Okay, I'm not telling that you need to write the entire thing as a sentence introduction, but you can just give ഒരു നോട്ട് അവിടെ ചെയ്ത് വെക്കാം, ഒരു ചെറിയൊരു കുറിപ്പ് നിങ്ങൾക്ക് അവിടെ ഉണ്ടാക്കി വെക്കാം. സോ ദ ഫസ്റ്റ് തിങ് ദാറ്റ് ഇസ് ഗോ ഫോർ ഇറ്റ്. ഇതിനെല്ലാം നമ്മൾ എന്താ പറയുക, ഓർഗനൈസേഷൻ എന്നാണ് നമ്മൾ പറയുക. സോ ദിസ് 3 minutes പ്രിപ്പറേഷൻ ടൈം എന്തിനാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഇൻ ഓർഡർ ടു അനലൈസ് ദ കാർഡ്. അതിനെ നമ്മൾ കുറച്ചുകൂടെ ഒരു അക്കാഡമിക് രീതിയിൽ നമ്മളെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ ഉപയോഗിക്കാം ഓർഗനൈസേഷൻ ഓഫ് ദ റോൾ പ്ലേ കാർഡ് എന്ന് നമ്മൾ പറയും. ഓക്കെ, സോ after understanding, then next thing that you need to understand whether we are talking to the patient or a bystander, who is your targeted audience or to whom you are conversing. അങ്ങനെയുള്ള ഒരു കാര്യമാണ് നിങ്ങൾ നെക്സ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. പേഷ്യൻ്റ് ആണോ ബൈസ്റ്റാൻഡർ ആണോ എന്ന് മനസ്സിലാക്കുക ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് അവിടെ ജെൻഡർ തന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, സെനേറിയോയിൽ പേഷ്യൻറ്റിൻ്റെ ജെൻഡർ ഹി ആണോ ഷീ ആണോ എന്ന് തന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഇഫ് ജെൻഡർ ഈസ് സ്പെസിഫൈഡ്, മേക്ക് ഷുവർ ദാറ്റ് യു ഡോണ്ട് ക്രിയേറ്റ് ഓർ ഡോണ്ട് മേക്ക് ജെൻഡർ ചേഞ്ചസ്. അപ്പോൾ ജെൻഡർ ചേഞ്ചസ് വരുത്താൻ നോക്കുക. തന്നിട്ടുണ്ടെങ്കിൽ നോക്കുക, അല്ലെങ്കിൽ ഹി ആണോ ഷീ ആണോ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ യു ക്യാൻ address accordingly what the interlocutor says. But if it is there in your role play card, make sure that you don't make any gender changes. That's a major error that you can make there. So that's the next thing. Identify whether we are talking to a patient or a bystander. The next thing that you need to understand is that about setting and scenario എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ കഴിഞ്ഞതിന് ശേഷം the next thing that you need to understand is that come to the major thing, the task session. Task സെക്ഷനിലേക്ക് എത്തുക. So task session എന്ന് പറഞ്ഞാൽ എന്താ? That is where from which we can understand that what are all the things that you need to do. Okay, what is the major content that is there in your OET session? നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ പേഷ്യൻറ്റിനോട് എന്തൊക്കെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കേണ്ടത്? പേഷ്യൻറ്റ് നിങ്ങളോട് എന്തൊക്കെ ചോദിക്കും? വാട്ട് ഓൾ എക്സ്പ്ലനേഷൻസ് ദാറ്റ് യു നീഡ് ടു ഗിവ്? വാട്ട് ഓൾ റിയഷുറൻസ് ദാറ്റ് യു വോണ്ട് ടു ഗിവ്? വാട്ട് ഓൾ അഡ്വൈസസ് ദാറ്റ് യു നീഡ് ടു ഗിവ്? വാട്ട് ഓൾ സജഷൻസ് ദാറ്റ് യു ക്യാൻ ഗിവ്? വാട്ട് ഓൾ ആർ ദി any treatment options or if you want to suggest, or what all are the home remedies that you need to follow? What are all the dietary changes that you need to take? ഇങ്ങനെയുള്ള പല കാര്യങ്ങളും the major crux, the major thing that you need to talk
or to deal or to tell or to ask the patient, അതല്ലെങ്കിൽ the bystander, അത് നിങ്ങൾക്ക് കിട്ടുന്നത് ടാസ്ക് പോയിന്റിലാണ്. സോ ഐഡൻറ്റിഫൈ or understand the task bullet point. The first thing regarding the task bullet point is identification of the keyword. കീവേഡ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതെന്തായിരിക്കും, നമ്മൾ നേരത്തെ സെഷനിൽ പറഞ്ഞിട്ടുണ്ട്, ഓരോ ടാസ്ക് ബുള്ളറ്റ് പോയിന്റിൻ്റെയും ആദ്യത്തെ വേർഡ് ആയിരിക്കും നിങ്ങളുടെ കീവേഡ് എന്നുള്ള കാര്യം. സോ ടേക്ക് യുവർ പെൻസിൽ ആൻഡ് യു ക്യാൻ അണ്ടർലൈൻ ദോസ് കീവേഡ്സ്. നമുക്ക് കീവേഡ് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ആൻഡ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ കീവേഡ്, ആ കീവേഡിൻ്റെ സൈഡിൽ തന്നെ അത് ഇൻഫർമേഷൻ ഗിവിംഗ് ആണോ ഇൻഫർമേഷൻ ഗ്യാതറിംഗ് ആണോ എന്നും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. എങ്ങനെയാണ് എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഫോർ എക്സാമ്പിൾ നമ്മൾ പെട്ടെന്ന് പറയുകയാണെങ്കിൽ വാട്ട് ആർ ഓൾ ദ വേർഡ്സ് ദാറ്റ് കംസ് അണ്ടർ ഇൻഫർമേഷൻ ഗ്യാതറിംഗ്. ഇൻഫർമേഷൻ ഗ്യാതറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കീവേഡ് നോക്കി നമ്മൾ മനസ്സിലാക്കുന്നു ഇൻഫർമേഷൻ പേഷ്യൻറ്റിൻ്റെ അല്ലെങ്കിൽ ബൈസ്റ്റാൻഡിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ഗ്യാദർ ചെയ്യുകയാണ് അല്ലെങ്കിൽ നമ്മൾ കളക്ട് ചെയ്യുകയാണ്. സോ നമ്മൾ പേഷ്യൻറ്റിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ അല്ലെങ്കിൽ ബൈസ്റ്റാൻഡറിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ഒരു ഇൻഫർമേഷൻ കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അവരോട് ക്വസ്റ്റ്യൻ ചോദിക്കണം. സോ വി നീഡ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. സോ ദോസ് വേർഡ്സ് വിച്ച് ഗിവ്സ് എ ക്ലൂ ദാറ്റ് ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഫോം, അതിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഫോർ എക്സാമ്പിൾ എന്തായിരിക്കും, ആസ്ക്, എൻക്വയർ, എക്സ്പ്ലോർ, ഫൈൻഡ്. These all are the common words that get, or these are the common words that appear on your OET role play card, which gives a clue that these are information gathering or these are questioning tasks. അതാണ് നമ്മുടെ ഫസ്റ്റ് തിങ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫൈൻഡ് ഔട്ട് ദ റീസൺ ഓഫ് ദ വിസിറ്റ്, അല്ലെങ്കിൽ ഫൈൻഡ് ഔട്ട് ദ സിംറ്റംസ്, ഫൈൻഡ് ഔട്ട് ദി ഓൺസെറ്റ് ഓഫ് ദിസ് പർട്ടിക്കുലർ തിങ്, ആസ്ക് വെൻ ഡിഡ് ഇറ്റ് ഹാപ്പൻ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ആസ്ക്, ഫൈൻഡ്, എക്സ്പ്ലോർ എന്നുള്ളിടത്തൊക്കെ നമുക്കൊരു എന്ത് ചെയ്യാം, നമുക്കൊരു അണ്ടർലൈൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്കവിടെ എഴുതി വയ്ക്കാം ഇൻഫർമേഷൻ ഗ്യാതറിംഗ് അല്ലെങ്കിൽ ആസ്ക് ക്വസ്റ്റ്യൻസ് എന്നുള്ള ആ സംഭവം നമുക്ക് എഴുതി വയ്ക്കാം. ആൻഡ് ദ നെക്സ്റ്റ് തിങ്, ഫൈൻഡ് ഔട്ട് വെൻ ഡിഡ് ഇറ്റ് ഹാപ്പൻ, എപ്പോഴാണത് സംഭവിച്ചത്, വെൻ ഡിഡ് ദ പെയിൻ സ്റ്റാർട്ട് എന്നുള്ള ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ എങ്ങനെ നമ്മളൊരു ക്വസ്റ്റ്യൻ ഫോമിലേക്ക് അതിനെ മോഡുലേറ്റ് ചെയ്യാം, എങ്ങനെ അതിനൊരു ക്വസ്റ്റ്യൻ ഫോമിലേക്ക് അതിനെ ചാനൽ ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് തിങ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ OET റോൾ പ്ലേ കാർഡിൽ തന്നിട്ടുണ്ട് ഫൈൻഡ് ഔട്ട് ദ റീസൺ ഓഫ് ദ വിസിറ്റ് ഓർ ആസ്ക് ദി പേഷ്യൻറ്റ് വെൻ ദ സിംറ്റംസ് സ്റ്റാർട്ട് ടു അപ്പിയർ എന്നുള്ള രീതിയിലൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ വി കനോട്ട് റീഡ് ദ സെയിം സെൻറ്റൻസ് ദെയർ. നമ്മൾക്ക് തന്നിരിക്കുന്നത് ഫൈൻഡ് ഔട്ട് വെൻ ദി സിംറ്റംസ് സ്റ്റാർട്ടഡ് എന്നാണെങ്കിൽ നമ്മൾ ചുമ്മാ OET റോൾ പ്ലേ കാർഡിൽ നോക്കിയിട്ട് ഫൈൻഡ് ഔട്ട് സിംറ്റംസ് നമുക്ക് നോക്കി വായിക്കാൻ പറ്റത്തില്ല. സോ നമുക്കതിനെ ഒരു ക്വസ്റ്റ്യൻ ഫോമിൽ OET നിർദ്ദേശിക്കുന്ന ക്രൈറ്റീരിയയിൽ വേണം നമ്മളതിനെ എന്ത് ചെയ്യാനായിട്ട്, നമ്മളതിനെ സ്ട്രക്ചർ ചെയ്യാനായിട്ട്. സോ ദിസ് ഇസ് ദ തിങ് ദാറ്റ് വി നീഡ് ടു ഡു, ഐഡൻറ്റിഫൈ വെദർ വി ആർ ആസ്കിംഗ് ക്വസ്റ്റ്യൻസ്. ഇഫ് യു ആർ ആസ്കിംഗ് ദാറ്റ് ക്വസ്റ്റ്യൻസ്, ഫ്രെയിം ആൻ ഇഫക്റ്റീവ് ക്വസ്റ്റ്യൻ ഇൻകൾക്കേറ്റിംഗ് ദ ഡീറ്റെയിൽസ് ദാറ്റ് ഇസ് ഗിവൺ ഇൻ യുവർ OET റോൾ പ്ലേ കാർഡ്. സോ ഇതാണ് ദിസ് ഓഫ് അനദർ തിങ് ദാറ്റ് യു നീഡ് ടു ഡു. സോ ഫൈൻഡ് ഔട്ട് ദ സിംറ്റംസ്, അല്ലെങ്കിൽ വെൻ ഡിഡ് ദി എപ്പോഴാണ് സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് വരികയാണെങ്കിൽ നമുക്ക് എങ്ങനെ പോകാം. ഓക്കെ, സോ നൗ ലൈക്ക് ടു ആസ്ക് യു സംതിങ് മോർ റിഗാർഡിംഗ് യുവർ condition. Could you please tell me when you start noticing your symptoms? ഇങ്ങനെയുള്ള രീതിയിൽ നമുക്കതിനെ ക്വസ്റ്റ്യൻസ് ഒരു പക്ക ക്വസ്റ്റ്യൻ മോഡലായിട്ട് നമുക്കതിനെ ഫ്രെയിം ചെയ്യാം. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് തിങ്. സോ നമ്മളിത് ഇൻഫർമേഷൻ ഗ്യാതറിങ്ങിനെ പറ്റിയാണ് പറഞ്ഞത്. അത് കീവേഡ്സ് ആണെങ്കിലോ ഗിഫ്, സജസ്റ്റ്, റെക്കമെൻഡ്, റിയഷ്യൂർ, സ്ട്രെസ്, ഇങ്ങനെയുള്ള വേർഡ്സ്, പെർസ്യൂ, കമ്പൽ, അങ്ങനെയുള്ള കമ്പൽ അല്ല, അങ്ങനെയുള്ള വേർഡ്സ് ആണ് നിങ്ങൾ വരുന്നെങ്കിലോ ഫ്രം ദോസ് വേർഡ്സ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഹിയർ ഇറ്റ് ഇസ് നോട്ട് ഇൻഫർമേഷൻ ഗ്യാതറിംഗ്, ഇൻസ്റ്റെഡ് ഇറ്റ്സ് ഇൻഫർമേഷൻ ഗിവിംഗ്. അപ്പോൾ ഇൻഫർമേഷൻ ഗിവിംഗ് ആണെങ്കിൽ നമ്മൾ ഐ ലൈക്ക് ടു ടെൽ യു, ഐ ലൈക്ക് ടു ബ്രിങ് യുവർ അറ്റൻഷൻ ടു ദിസ് പെർട്ടിക്കുലർ തിങ് എന്നുള്ള രീതിയിലൊക്കെ നമുക്കതിനെ എങ്ങനെ ചെയ്യാം, നമുക്കതിനെ ചെയ്യാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഗിഫ് ദ ഡയറ്ററി പ്രിഫറൻസസ് ഓർ ഗിഫ് ദി അങ്ങനെയാണ് ഡയറ്ററി പ്രിഫറൻസസ്, അല്ലെങ്കിൽ വാട്ട് കൈൻഡ് ഓഫ് ഫുഡ് ദാറ്റ് യു നീഡ് ടു ടേക്ക്, അല്ലെങ്കിൽ സ്റ്റൊമക്ക് അപ്സെറ്റ് ആയൊരു വ്യക്തി നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. സോ അടുത്ത ഒരാഴ്ചത്തേക്ക് ഇന്ന ഫുഡുകൾ കഴിക്കാൻ പാടില്ല, മേക്ക് ഷുവർ ദാറ്റ് ഇന്ന ഫുഡുകൾ മാത്രമേ കഴിക്കാവുള്ളൂ, അല്ലെങ്കിൽ ഇന്ന ഫുഡ് മാക്സിമം കഴിക്കാൻ നോക്കുക എന്നൊരു ടാസ്ക്കാണ് നമ്മൾ തരുന്നതെങ്കിൽ ഗിഫ് എന്ന് പറയുന്ന ടാസ്ക് പോയിന്റിൽ നമുക്ക് മനസ്സിലാവും ഇറ്റ് ഇസ് സംതിങ് ദാറ്റ് വി ആർ ഗിവിംഗ് ദ ഇൻഫർമേഷൻ ടു ദ പേഷ്യൻ്റ് ഓർ എ ബൈസ്റ്റാൻഡർ. സോ നമ്മളതിനെ ആ ഒരു രീതിയിൽ ഫ്രെയിം ചെയ്യുക. സോ നൗ ഐ ലൈക്ക് ടു ടെൽ യു സംതിങ് important regarding the diet that you can follow for the next 1 week. Since your stomach is upset, it is important that you avoid these kinds of, for your betterment, it is important that you avoid these kinds of food and you shift on to these kinds of. അങ്ങനെ എക്സാമ്പിൾ പറഞ്ഞതിന് ശേഷം അതിനെ ഒരു ഫ്രെയിം വർക്കിലേക്ക് ബിൽഡ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കതിൻ്റെ സംഭവം സെറ്റ് ചെയ്യാൻ പറ്റും. സോ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ കീവേഡ്സ്, അണ്ടർസ്റ്റാൻഡ് വെദർ ഇറ്റ് ഇസ് ഇൻഫർമേഷൻ ഗിവിംഗ് ഓർ ഇൻഫർമേഷൻ ഗ്യാതറിംഗ്, അതാണ് അതിൻ്റെ നെക്സ്റ്റ് തിങ്. പിന്നെ ദ മേജർ തിങ് ദാറ്റ് ഐ നീഡ് ടു ടെൽ ഇസ് ദാറ്റ്
നമ്മളിപ്പോൾ ഒരു അജിറ്റേറ്റഡ് പേഷ്യൻ്റ് അല്ലെങ്കിൽ ആങ്കർ പേഷ്യൻ്റ്, അപ്പോൾ നമ്മളെപ്പോഴും എന്താണ്, നമ്മളൊരു ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പേഷ്യൻറ്റിന് കോംപ്രിഹെൻഡ് ആയോ അല്ലെങ്കിൽ ആ ബൈസ്റ്റാൻഡറിന് കോംപ്രിഹെൻഡ് ആയോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ചോദിക്കും ആർ യു ഗെറ്റിംഗ് മൈ പോയിന്റ്, ക്യാൻ യു ഫോളോ വാട്ട് ഐ എം ടെല്ലിങ്, ഈസ് ഇറ്റ് ഓക്കെ, അങ്ങനെയുള്ള പല രീതിയിലുള്ള ഫ്രേസസ് നമ്മൾ ചോദിക്കും. മാത്രമല്ല നമ്മൾ റീഅഷുറൻസ് ഫേസസ് നമ്മൾ ഉപയോഗിക്കും, സോ സോറി ടു സേ ദാറ്റ് എന്നുള്ള സംഭവം ഉപയോഗിക്കും. ആർ വി ഓൺ ദ സെയിം പേജ് എന്നുള്ള അത് നമ്മൾ ഉപയോഗിക്കും. പിന്നെ ആർ യു ഫോളോയിങ് മീ എന്ന് നമ്മൾ ഉപയോഗിക്കും. സോ സോറി ടു ഹിയർ ദാറ്റ്. പിന്നെ നമ്മളൊരു കാര്യം ട്രൈ നോട്ട് ടു വറി എന്ന് നമ്മൾ ഉപയോഗിക്കുകയാണ്. സോ ദീസ് ആർ ദ കോമൺ റെക്കറിങ് ഫ്രേസസ് ദാറ്റ് വി യൂസ്. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇത് ഉപയോഗിക്കേണ്ടതെന്നല്ല, പക്ഷേ as an OET trainer who has a little experience in this field, I am telling that the major thing that you all need to understand is that avoid repetitions. റെപ്പറ്റീഷൻസ് എന്ന് പറഞ്ഞൊരു സാധനം നമുക്കിവിടെ വേണ്ട. കാരണം ഇതൊരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം വൊക്കാബുലറിയിൽ വേരിയൻ്റ് ആണ്, എത്രത്തോളം ഡൈവേഴ്സിഫൈഡ് ആണ് എന്നറിയാനായിട്ട് അവിടെയാണ് നമ്മുടെ ലാംഗ്വേജ് പ്രൊഫീഷ്യൻസി നമ്മൾ കുറച്ചുകൂടെ നമ്മൾ കൊണ്ടുവരുന്നത്. സോ വെൻ യു സ്റ്റാർട്ട് റിപ്പീറ്റിംഗ് ദ സെയിം ഫ്രേസ്, ആർ വി ഓൺ ദ സെയിം പേജ്, സോ സോറി ടു ഹിയർ ദാറ്റ്, ആർ യു അണ്ടർസ്റ്റാൻഡിങ് മീ, ഡു യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം ടെല്ലിങ്, ഡിഡ് യു ഗെറ്റ് മൈ പോയിന്റ് എന്നുള്ള സെയിം ഫ്രേസസ് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് ക്യാൻ ക്രിയേറ്റ് എ ബാഡ് ഇംപ്രഷൻ ഓൺ ദ പേഴ്സൺ ഹു ഇസ് അസസിങ് യുവർ സ്കൂൾ. അത് ചെയ്യാതിരിക്കുക. സോ ഫ്രെയിം ഡിഫറെൻറ്റ് ഫ്രേസസ്, എസ്പെഷ്യലി ഡിഫറെൻറ്റ് എംപത്തറ്റിക്കൽ ഫ്രേസസ്, ഡിഫറെൻറ്റ് ക്വസ്റ്റനിങ് ഫ്രേസസ്, ഡിഫറെൻറ്റ് റിയഷുറൻറ്റ് ഫ്രേസസ്, ഡിഫറെൻറ്റ് അണ്ടർസ്റ്റാൻഡബിൾ കോംപ്രിഹെൻസീവ് ഫ്രേസസ്. സോ ഡിഫറെൻറ്റ് ഫ്രേസസ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. വേണമെങ്കിൽ ആ ഫ്രേസസിൻ്റെ ഫസ്റ്റ് വേർഡ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ പെട്ടെന്ന് നോക്കിയാൽ ആ 5 minutes നിങ്ങൾ റോൾ പ്ലേ കാർഡ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാകുന്നത് നിങ്ങൾക്ക് അവിടെ ജോട്ട് ഡൗൺ ചെയ്ത് വയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ നോട്ട് ചെയ്ത് വയ്ക്കാം. ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഇസ് ദാറ്റ് വിസ് വൺ ഓഫ് ദി ബോണസ് ദാറ്റ് യു ഗെറ്റ്. If any of the task point, or if any of the word, if any of the sentence, if any of the word grammar that doesn't make sense to you, or that didn't make sense to you during that time, please seek clarification. Please ask the interlocutor regarding the word meaning, or regarding what do you mean by this particular thing. Please clarify everything that you have during those 3 minutes. Okay. ഇപ്പോൾ അതിന് ശേഷം പിന്നീട് 5 minutes നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്കത് ചോദിക്കാൻ തോന്നുന്നതെങ്കിൽ കഴിഞ്ഞു, ഇറ്റ് ഇസ് നോട്ട് പെർമിറ്റഡ് ദെയർ. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ OET തരുന്നുണ്ടോ അതെല്ലാം നിങ്ങളവിടെ യൂട്ടിലൈസ് ചെയ്യാം. ഒരു പ്രശ്നമില്ല നിങ്ങൾക്ക് അത് മനസ്സിലായില്ലെങ്കിൽ എന്താണെന്ന് ചോദിക്കാനായിട്ട്. നമുക്ക് ക്ലാരിഫിക്കേഷൻ വേണ്ട കാര്യമാണ്. സോ വി ക്യാൻ ഗോ ഫോർ ദാറ്റ് ക്ലാരിഫിക്കേഷൻ. ദീസ് ആർ ദ മേജർ തിങ് ദാറ്റ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഇത്രയും കേൾക്കുമ്പോൾ ചിലപ്പോൾ a question that might have arised might have come to your mind is that ഒരു 3 minutes അല്ലേ ഉള്ളൂ, അതിൻ്റെ ഇടയ്ക്ക് റോൾ പ്ലേ വായിക്കണം, അതിൻ്റെ ഇടയ്ക്ക് ഇത് ചെയ്യണം, അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നോട്ട് ഡൗൺ ചെയ്യണം, കീവേഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യണം, ക്വസ്റ്റ്യൻ ഫോംസ് എന്തിലുണ്ടെങ്കിൽ എഴുതി വെക്കണം, റെപ്പറ്റീഷൻസ് വരാതെ എംപത്തിക്കൽ ഫ്രേസസ് എഴുതി വയ്ക്കണം. ആകെ 3 minute ഉണ്ട്. ഇതെല്ലാം നടക്കുന്ന കാര്യമാണോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. പക്ഷേ ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ OET ഇപ്പോൾ നിങ്ങൾ സ്പീക്കിംഗ് ഇങ്ങനെ ചെയ്ത് വന്ന് നിങ്ങൾക്കിപ്പോൾ കുറേ ഫ്രേസസ് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ സ്പോണ്ടേനിയസ് ആയിട്ട് ഇപ്പോൾ ജഗതി സിനിമ പറയും പോലെ നിർഗളമായിട്ട് നിങ്ങളുടെ വായിൽ നിന്നും വരും, അല്ലെങ്കിൽ നിങ്ങളുടെ മൗത്തിൽ നിന്നും ഇങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് ഡിഫറെൻറ്റ് ഫ്രേസസ് നിങ്ങൾക്ക് വരുമെങ്കിൽ നിങ്ങളത് എഴുതി വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അത് അവോയ്ഡ് ചെയ്യാം. അങ്ങനെയുള്ളപ്പോൾ ആ 3 minutes നമുക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ ഒരു ടാസ്ക് എങ്ങനെ പറയാം എന്നുള്ള കാര്യങ്ങൾ നമുക്കവിടെ എഴുതി വയ്ക്കാം. പക്ഷേ ഈ നോണാണോ അൺനോണാണോ, ഈ ഇൻഫർമേഷൻ ഗിവിംഗ് ആണോ ഗ്യാതറിംഗ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും ജനറലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഐ എം നോട്ട് ടാർഗറ്റിംഗ് എ പെക്യുലർ കൈൻഡ് ഓഫ് പേഴ്സൺ. നമ്മളിത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. നമ്മൾ ജനറലി നമുക്ക് ഇതൊക്കെ എന്തൊക്കെ ചെയ്യാമെന്നുള്ള കാര്യമാണ് നമ്മളിവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, യെസ് വിപിൻ, ഹായ്. ഒന്ന് റെസ്പോണ്ട് ചെയ്യാൻ ലേറ്റായി, ഞാൻ എക്സ്പ്ലനേഷനിലായിരുന്നു കേട്ടോ. ഓക്കെ, സോ ഹാപ്പി യു ആർ ദെയർ ആൻഡ് ഹോപ്പ് യു ആർ ഫൈൻ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ മേജർലി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഈ 3 minutes പ്രിപ്പറേഷൻ ടൈമിൽ കാരണം എന്താ, ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് 5 minutes പ്രസൻറ്റേഷൻ ടൈമിൽ ചില കാര്യങ്ങൾ നമ്മൾ മറന്നു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കാര്യങ്ങൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ അതിനെ നോട്ട് ഡൗൺ ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഒന്ന് ചെറുതായിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആ 5 minutes പ്രിപ്പറേഷൻ ടൈമിൽ നമ്മളെ കാർഡിലേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാകുന്ന രീതിയിൽ നമുക്കതിനെ എന്ത് ചെയ്യാം, ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വയ്ക്കാം. സോ ദിസ് ഇസ് ദി how we can effectively use or effectively take those 3 minutes preparation time that is given to you before you start enacting your role play card. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് തിങ്. സോ 3 minutes പ്രിപ്പറേഷൻ ടൈം കഴിയുന്നു. 3 minutes പ്രിപ്പറേഷൻ ടൈം കഴിഞ്ഞതിന് ശേഷമാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് യു നീഡ് ടു ഐഡൻറ്റിഫൈ, ദാറ്റ് ഈസ് യുവർ പ്രസൻറ്റേഷൻ ടൈം, അല്ലെങ്കിൽ ദാറ്റ് ഈസ് യുവർ എനാക്ട്മെൻറ്റ് ടൈം. സി, എനാക്ട്മെൻറ്റ് ടൈമിൽ
OET നിങ്ങളുടെ ലാംഗ്വേജ് സ്കിൽസ് ആണ് അസസ് ചെയ്യുന്നതെങ്കിലും നിങ്ങൾക്കറിയാലോ 2 ക്രൈറ്റീരിയ ആണ് നിങ്ങൾക്ക് OET സ്പീക്കിങ്ങിലുള്ളത്. വൺ ഇസ് ലിംഗ്വിസ്റ്റിക് ക്രൈറ്റീരിയ ആൻഡ് ദ നെക്സ്റ്റ് ഇസ് ക്ലിനിക്കൽ കമ്മ്യൂണിക്കേഷൻ ക്രൈറ്റീരിയ. ആൻഡ് ലിംഗ്വിസ്റ്റിക് ക്രൈറ്റീരിയയിൽ തന്നെ നിങ്ങൾക്ക് 4 ഇന്റലിജിബിലിറ്റി, ഫ്ലുവൻസി, ദെൻ അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് ലാംഗ്വേജ്, റിസോഴ്സസ് ഓഫ് ഗ്രാമർ ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഈ ഒരു സെഷൻ 6 മാർക്സിൽ നിങ്ങൾ അസസ് ചെയ്യുന്ന സെഷൻ വരുന്നുണ്ട്. ദ നെക്സ്റ്റ് സെഷൻ ഈസ് ക്ലിനിക്കൽ കമ്മ്യൂണിക്കേഷൻ ക്രൈറ്റീരിയ, സംതിങ് ദാറ്റ് ഇസ് മോർ അസസ്ഡ്. ക്ലിനിക്കൽ കമ്മ്യൂണിക്കേഷൻ ക്രൈറ്റീരിയയിൽ മോർ അസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ലിംഗ്വിസ്റ്റിക് ക്രൈറ്റീരിയയിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല, വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് മെജോറിറ്റി മോർ ദാൻ 50% ഓഫ് മാർക്സും നിങ്ങൾക്ക് 39 എന്ന് പറയുന്ന OET സ്പീക്കിങ്ങിൻ്റെ മേജർ മാർക്സും വരുന്നത് ആദ്യത്തെ സെഷനിൽ നിന്നാണ്. The next session that or the next criteria that you have is clinical communication criteria. അതിൽ നിങ്ങൾക്ക് 5 ക്രൈറ്റീരിയ വരുന്നുണ്ട്. ഫസ്റ്റ് ആണ് റിലേഷൻഷിപ്പ് ബിൽഡിംഗ്, സെക്കൻഡ് ആണ് അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് ഇൻകോർപ്പറേറ്റിംഗ് ദ പേഷ്യൻസ് പെർസ്പെക്റ്റീവ്, ദ തേർഡ് ഇസ് പ്രൊവൈഡിംഗ് സ്ട്രക്ചർ ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ഇൻഫർമേഷൻ gathering and information giving. These 5 3 marks 15 ഇപ്പറേ 6 into 4 24. So that 24 plus 15 that makes up the total of 39 marks. അപ്പോൾ നിങ്ങൾക്ക് ലിംഗ്വിസ്റ്റിക് ക്രൈറ്റീരിയയിൽ വരുന്ന 24 plus 15 അങ്ങനെയാണ് വരിക. ഈ സംഭവം എന്താ, നമ്മൾ ക്ലിനിക്കലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഈ ലിംഗ്വിസ്റ്റിക് ക്രൈറ്റീരിയ നമ്മളവിടെ കൊണ്ടുവരേണ്ടത് അല്ലേ. ഫോർ എക്സാമ്പിൾ നമ്മൾ എന്ത് സംസാരിക്കുന്നു അവിടെയാണ് നമ്മുടെ ഇൻ്റലിജിബിലിറ്റിയിലുള്ള സ്ട്രെസ്, ഇൻറ്റൊനേഷൻ, ആക്സെൻറ്റ് ഒക്കെ നമ്മളവിടെ കൊണ്ടുവരേണ്ടത്. മറ്റിടത്ത് ഫ്ലുവൻസി നമ്മൾ എന്ത് ചെയ്യുക, ഹമ്മിങ് ഉപയോഗിക്കരുത്, ഇടയ്ക്ക് പാട്ട് പാടരുത്, എന്നുള്ള സംഭവങ്ങൾ ഉപയോഗിക്കാതിരിക്കുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരാതിരിക്കുക. പിന്നെ നമ്മുടെ ഗ്രാമറും നമ്മുടെ ഈ പാരഫ്രൈസിങ് ഓഫ് മെഡിക്കൽ ടേംസും നമ്മുടെ പൊളൈറ്റ്ലി സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിനിക്കലി പേഷ്യൻറ്റിനോട് സംസാരിക്കുന്നിടത്ത് നമ്മൾ കൊണ്ടുവരണ്ടേ. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ആ സംസാരത്തിനെ, നമ്മുടെ ടോക്കിനെ, നമ്മുടെ കോൺവെർസേഷനെ പോളിഷ് ചെയ്യാനായിട്ടുള്ള കുറച്ച് എസൻസുകളാണ് അല്ലെങ്കിൽ കുറച്ച് വിഭവങ്ങളാണ് ഈ ലിംഗ്വിസ്റ്റിക് ക്രൈറ്റീരിയയിലുള്ള ആ 4 സംഭവങ്ങളും. സോ ആ ഒരു എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ കൊണ്ടുവരിക. റിലേഷൻഷിപ്പ് ബിൽഡിംഗ് ടുവേർഡ്സ് ദ സ്റ്റാർട്ടിങ് ടിൽ ദ എൻഡ് നമ്മൾ ഒരുപോലെ കീപ്പപ്പ് ചെയ്യേണ്ട ഒരു ക്രൈറ്റീരിയൻ ആണ് അല്ലെങ്കിൽ ഒരു ഫാക്ടറാണ് intonation, tone, അല്ലെങ്കിൽ intonation, the voice modulation that you give. Don't give a rough kind of speaking. ഒരു റഫ് കൈൻഡ് ഓഫ് സ്പീക്കിംഗ് ആണെങ്കിൽ അത് അപ്പുറം ഇരിക്കുന്ന ആളെ നമ്മളെ എൻഗേജ് ചെയ്യിക്കില്ല, നമ്മളിലേക്ക് കൊണ്ടുവരില്ല, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സർക്കിളിലേക്ക് കൊണ്ടുവരില്ല. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ പറയുകയാണെങ്കിൽ ബ്രേക്കിംഗ് ഓഫ് എ ഫോർത്ത് വാൾ എന്നൊക്കെ പറയും. അത് വേറൊരു സംഭവമാണ്. ഒരു ഫിലിം, ഒരു ഡ്രാമ കൈൻഡ് ഓഫ് അല്ലെങ്കിൽ ഒരു റീഡറിനെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഏലിനേറ്റ് ചെയ്ത് നിർത്തരുത് ആ പേഷ്യൻ്റ്, ഒരു വ്യക്തിനെ ഏലിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോണ്ട് മേക്ക് ദാറ്റ് പേഴ്സൺ കം ഇൻ ടു അവർ ഫെൻസ്. ഒരു ഡിസ്റ്റൻസിൽ നിർത്തുന്നു എന്ന് പറയുന്ന ഒരു സംഭവം വരരുത്. അത് നമ്മൾ ഇൻറ്റൊനേഷനിലാണ് നമ്മൾ കൊണ്ടുവരിക. ആ ഇൻറ്റൊനേഷനിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ പേഴ്സണെ നമ്മുടെ ഒപ്പം തന്നെ കൊണ്ടുവരിക. മേക്ക് ദാറ്റ് പേഴ്സൺ എൻഗേജ്ഡ് വിത്ത് യു. അത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് നിർത്തി പോകാൻ തോന്നരുത്. അതാണ് അതിൻ്റെ സംഭവം. സോ നമ്മൾ സംസാരിക്കുന്ന ഇൻറ്റൊനേഷൻ, പിച്ച്, എല്ലാ കാര്യങ്ങളും അവിടെ ശ്രദ്ധിക്കുക. ദ മേജർ തിങ് ദാറ്റ് ഐ നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ടെൽ ഇസ് ദാറ്റ് ഈ ടെക്നിക്കൽ ടേംസ്, മെഡിക്കൽ ജാർഗൺസ് ഉപയോഗിക്കാതിരിക്കുക. മെഡിക്കൽ ജാർഗൺസ് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയോ നിങ്ങൾ സംസാരിക്കുന്നതിനിടയ്ക്ക് ജാർഗൺ അല്ലെങ്കിൽ മെഡിക്കൽ ടെക്നിക്കൽ ടേം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ അതിനെ പാരാഫ്രൈസ് ചെയ്ത് കൊടുക്കാം. ഐ വിൽ എക്സ്പ്ലെയിൻ വാട്ട് ഇസ് ദാറ്റ്. സെപ്റ്റോപ്ലാസ്റ്റി എന്നൊക്കെ അറിയാതെ നമ്മൾ വായിന്ന് വന്നിട്ടുണ്ട്. അനോറക്സിയ അനോറോസ അല്ലെങ്കിൽ ബുളീമിയ അനോറോസ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കോളിസിസ്റ്റമി എന്നൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് അതിനെ ഒന്ന് പാരാഫ്രൈസ് ചെയ്ത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള രീതിയിൽ പാനിക് ആവാതിരിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് തിങ്, ഇവിടെ 5 minutes പ്രിപ്പറേഷൻ ടൈമിൽ റെപ്പറ്റീഷൻസ് ഒഴിവാക്കുക. നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ റിലേഷൻഷിപ്പ് ബിൽഡിംഗ് എന്നുള്ളതാണ് മേജർ തിങ് ദാറ്റ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. അവരുടെ പേര് വിളിച്ച് ഒന്ന് അഡ്രസ്സ് ചെയ്യാൻ പറ്റുമോ നോക്കുക. പേര് വിളിച്ച് അഡ്രസ്സ് ചെയ്യുമ്പോൾ ആ പേര് വിളിച്ച് അഡ്രസ്സ് ചെയ്യുന്ന സമയത്തും ആ ഇൻറ്റൊനേഷൻ, പിച്ച് എന്നുള്ള കാര്യങ്ങളും കൂടി അതിനകത്തേക്ക് നമ്മൾ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ആ പേഷ്യൻ്റ് അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കുന്ന ആൾ നമ്മളിൽ നിന്നും എന്താവില്ല, ഡിറ്റാച്ച്ഡ് ആയി പോവില്ല. ഹി വിൽ ബി ദെയർ ഇൻസൈഡ് അവർ സർക്കിൾ. ആ സർക്കിളിൻ്റെ ഉള്ളിൽ തന്നെ ആ വ്യക്തി അവിടെ ഇരിക്കുന്നു. പിന്നെ ടാസ്കിനെ ഓരോന്നായിട്ട്, അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് മാൻഡേറ്ററി ദാറ്റ് ഇപ്പോൾ ഇൻ്റർലൊക്യൂട്ടർ നമ്മളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ പേഷ്യൻ്റോ ബൈസ്റ്റാൻഡറോ ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുകയാണ്, നമ്മുടെ ടാസ്ക് പോയിന്റിൽ എഴുതിയിരിക്കുന്ന സെയിം ഓർഡറിൽ തന്നെ ആ ഇൻ്റർലൊക്യൂട്ടർ ആ ക്വസ്റ്റ്യൻ ചോദിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. സോ ഡോണ്ട് പ്രെഡിക്റ്റ് തിങ്സ്. അടുത്തത് ഇൻ്റർലൊക്യൂട്ടർ ഈ ക്വസ്റ്റ്യൻ ആയിരിക്കും, നമ്മുടെ ടെക്സ്റ്റ് പോയിന്റ് കിടപ്പുണ്ടല്ലോ, അടുത്ത ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഒരു കണ്ടീഷനെ കുറിച്ച് അറിയാനായിട്ടായിരിക്കും ഇൻ്റർലൊക്യൂട്ടർ വരുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഓർഡർ തന്നിട്ടുണ്ട്, ആ സെയിം ഓർഡറിൽ തന്നെ ആയിരിക്കണം ഇൻ്റർലൊക്യൂട്ടർ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന്. ഇപ്പോൾ സെക്കൻഡിൽ
അതിൻ്റെ നമ്മുടെ റോൾ പ്ലേ കാർഡിനനുസരിച്ച് സിംറ്റംസിനെ പറ്റിയിട്ടായിരിക്കും സെക്കൻഡ് ബുള്ളറ്റ് പോയിന്റിൽ കിടക്കുക. പക്ഷേ വേറൊരു എൻ്റെ ഫോർത്ത് ബുള്ളറ്റ് പോയിന്റിലായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഫോർത്ത് ടാസ്ക് പോയിന്റിലായിട്ടായിരിക്കും അത് സിവിയർ ആണ്, എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു കാര്യം പറയും. പക്ഷേ ആദ്യമേ തന്നെ പുള്ളി സിംറ്റം ചോദിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പുള്ളിയുടെ മൈൻഡിൽ വരുന്ന കാര്യമായിരിക്കും നമ്മളോട് ചോദിക്കുക. സോ മേക്ക് ഷുവർ ദാറ്റ് യു ആർ ദെയർ ഇൻ ദാറ്റ് പർട്ടിക്കുലർ ടാസ്ക്. ആ ടാസ്കിലിരിക്കുക, ആ ഓർഡറിൽ ക്വസ്റ്റ്യൻ ചോദിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഞാനിത് പറഞ്ഞു തീർന്നല്ലോ, അടുത്തത് ഇന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും ഇൻ്റർലോക്യൂട്ടർ ചോദിക്കാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ആൻസറിന് പ്രിപ്പയർ ചെയ്തിട്ട് ഇരിക്കുകയാണ് എന്നുള്ളൊരു സിറ്റുവേഷനിൽ ഇരിക്കരുത്. ബി പ്രിപ്പയർ ടു ടേക്ക് ദ ക്വസ്റ്റ്യൻ ഫ്രം ദ എനി ക്വസ്റ്റ്യൻസ് ഫ്രം ദ ഇൻ്റർലോക്യൂട്ടർ റിഗാർഡിംഗ് ദ ടാസ്ക്. അതുകൊണ്ടാണ് ദ നെക്സ്റ്റ് പോയിന്റ് ഐ നീഡ് ടു ടെൽ ഇസ് ദാറ്റ് ആ കോണ്ടൻറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഇരിക്കരുത്, അതിനുള്ളിൽ അത് മാത്രമായി ചുരുങ്ങിപ്പോകരുത്. ആ സെയിം സാധനം വായിച്ച് തീർക്കുക, ആ പറഞ്ഞ സാധനങ്ങൾ മാത്രം പറഞ്ഞ് തീർക്കുക, അതാണ് നിങ്ങൾക്ക് റോൾ പ്ലേ കാർഡിൽ തന്നിട്ടുള്ളത്. പക്ഷെ അത് മാത്രമാവരുത് നിങ്ങളുടെ ടാസ്ക്. ആ ഒരു പോയിന്റ് വെച്ചിട്ട് സർക്കിൾ അറൗണ്ട് ഇറ്റ്, അതുമായിട്ട് നമുക്ക് കൊണ്ടുവരാവുന്ന മാക്സിമം ഇൻഫർമേഷൻ നമുക്കതിൽ നിന്നും കൊടുക്കാവുന്നതാണ്. അതല്ലാതെ ഒന്നും നമുക്ക് വേണ്ട എന്നൊന്നും OET പറയുന്നില്ല. ഓക്കെ ജിസ്ന, വെരി ഗുഡ് മോർണിംഗ്, ഹാപ്പി ടു സീ യു ഹിയർ. ഓക്കെ, സോ അങ്ങനെ ഒരു സംഭവം നിങ്ങൾ ചെയ്യുക. പിന്നെ ടോക്ക് അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ, ദാറ്റ് ഇസ് എ മേജർ തിങ് ദാറ്റ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞിട്ട് ഒരു പേഷ്യൻ്റ് ഒരു പ്രശ്നം വന്നു, ആ പേഷ്യൻ്റ് ഒരു പ്രശ്നം വന്നപ്പോൾ ആ പേഷ്യൻ്റ് എന്തുകൊണ്ടാണ് അത് വന്നത്, അതിൻ്റെ കോസസിനെ കുറിച്ചാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ പേഷ്യൻ്റ് ചോദിക്കുകയാണ്, ഓക്കെ ഐ അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ ടെല്ലിംഗ്, ബട്ട് സ്റ്റിൽ ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് വൈ ദിസ് ഡിസീസ് ക്യാച്ച് മീ, വൈ ഇറ്റ് കോസ്റ്റ് മീ. സോ ക്യാൻ യു പ്ലീസ് ടെൽ മീ വാട്ട് മൈറ്റ് ബി ദ കോസസ് ഓർ വാട്ട് ആർ ദ റീസൺസ് ബൈ വിച്ച് ഐ കോൺട്രാക്റ്റഡ് ദ ഡിസീസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ആ ക്വസ്റ്റ്യനെ അതിന് ശേഷം അഡ്രസ്സ് ചെയ്യണം. ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാക്കണം. പുള്ളി കോസസ് ചോദിക്കുകയാണ്. കോസസ് ചോദിച്ചു കഴിയുമ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു സാധനം ഐ അണ്ടർസ്റ്റാൻഡ് യുവർ കൺസേൺ എന്ന് നമുക്കതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, അക്നോളജ് ചെയ്യാൻ പറ്റില്ല. സോ വെൻ യു അക്നോളജ് തിങ്, നിങ്ങൾ ആ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് എന്താണോ ചോദിക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം നമ്മളതിനെ അക്നോളജ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് പുള്ളി ഒരു കോസസ് ചോദിക്കുകയാണ്, അപ്പോൾ നമ്മളതിനെ എങ്ങനെ നമ്മൾ ചെയ്യണം, ഐ അണ്ടർസ്റ്റാൻഡ് യുവർ കൺസേൺ, സോ സോറി ടു ഹിയർ ദാറ്റ്. ഇതൊക്കെ നമുക്കവിടെ പറയാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ച് നമ്മളൊരു എന്ത് ചെയ്യുക, ഒരു ഫ്രേസ് നമ്മളതിനെ ഷേപ്പ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ എങ്ങനെ ചെയ്യാം, ഐ അപ്രീഷിയേറ്റ് വാട്ട് യു ആസ്ക്ഡ് എന്നുള്ള കാര്യം, അങ്ങനെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം. ഓക്കെ, ഇറ്റ്സ് കോമൺ ദാറ്റ് എ പേഴ്സൺ ആസ്ക് കോസസ് റിഗാർഡിംഗ് ദിസ് പെർട്ടിക്കുലർ തിങ്, സോ ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്ലെയിൻ, സോ ഐ വിൽ എക്സ്പ്ലെയിൻ ദിസ് കോസസ്. അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിൽ വേണം അത് ചെയ്യാനായിട്ട്. ഓക്കെ, എൻ്റെ പുള്ളി പറയുകയാണ്, ഓക്കെ അത് പറഞ്ഞതിന് ശേഷം പുള്ളി പറയുകയാണ്, ഓക്കെ സോ ഐ എം റിയലി വറീഡ് ദാറ്റ് ഹൗ ലോങ് ദാറ്റ് ഡിസീസ് വിൽ ദെയർ ഹൗ ലോങ് ദാറ്റ് ഡിസീസ് വിൽ ബി ദെയർ ഇൻ മൈ എന്നുള്ള, ഇപ്പോൾ എത്ര കാലത്തേക്ക് നിൽക്കും എന്നുള്ള കാര്യം ഐ എം റിയലി വറീഡ് ആൻഡ് ഐ എം റിയലി കൺസേൺഡ് വെദർ ഐ ക്യാൻ ഗെറ്റ് ബാക്ക് ടു മൈ വർക്ക്, വെദർ ഐ വിൽ ബി ഏബിൾ ടു ഗെറ്റ് ബാക്ക് ടു മൈ സ്കൂൾ എന്നൊക്കെ പറയുകയാണെങ്കിൽ അവിടെ ഒരു കൺസേൺ, അവിടെ ഒരു വറിയാണ് അവിടെ പുള്ളി ചോദിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്കവിടെ എന്ത് ഉപയോഗിക്കാം, ഐ അണ്ടർസ്റ്റാൻഡ് യുവർ കൺസേൺ എന്നുള്ള രീതിയിൽ നമുക്കതിനെ ഫ്രേസ് ചെയ്യാം. രാജശ്രീ, യെസ് ഹായ് ഹൗ ആർ യു. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ എന്താണ് ചോദിക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ അവിടെ ഒരു ഫ്രേസ് നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒന്നോ രണ്ടോ കൺസേൺ ചോദിക്കുകയാണെങ്കിൽ ഐ അണ്ടർസ്റ്റാൻഡ് യുവർ കൺസേൺ എന്നുള്ള സെയിം പാട്ട് പാടാതിരിക്കുക. 2 പ്രാവശ്യമൊക്കെ ആൾക്കാർ സഹിക്കും, ആ പാട്ട് 3ാമത് പ്രാവശ്യം പാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നടക്കില്ലാത്ത കാര്യം. സോ ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വെൻ യു ആർ ഗോയിങ് ഫോർ ദാറ്റ് സ്പീക്കിംഗ്, ഡിഫറെൻറ്റ് ഫ്രേസസ് ഒരു റിസർവോയർ ആയിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കുക. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ സിറ്റുവേഷൻ യു ക്യാൻ ത്രോ ദാറ്റ് ഫ്രേസസ് ടു ദ ഇൻ്റർലോക്യൂട്ടർ. സോ ദീസ് ആർ ദ മേജർ തിങ്സ് ദാറ്റ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. ഈ ലാസ്റ്റ് പറഞ്ഞ 2 പോയിന്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിൻ്റാണ്. പിന്നെ ദ മേജർ കാര്യം, കുറച്ച് നാൾ മുന്നേ ഞാൻ പഠിപ്പിച്ച സമയത്ത് സ്റ്റുഡൻസ് പറയുന്നുണ്ടായിരുന്നു, സോ ടാസ്ക് വളരെ ചെറുതായിരുന്നു. ഇറ്റ് വാസ് എ വെരി ഷോർട്ട് ടാസ്ക്. 1-2 പോയിൻറ്റ്സ് 2-3 പോയിൻറ്റ്സ് മാത്രമേ റോൾ പ്ലേ കാർഡിൽ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അത് പറഞ്ഞ് ഈ 5 മിനിറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു ഫ്രെയിമിൽ പോലും പറഞ്ഞു തീർക്കാൻ ഉണ്ടായിരുന്നില്ല എന്നൊരു സംഭവം പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ നേരത്തെ തീർന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. സോ ദാറ്റ്സ് എ പ്രോബ്ലം, അത് പ്രോബ്ലമാണ്. അപ്പോൾ എന്താ സംഭവം, ആ 5 മിനിറ്റ് തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ 5 മിനിറ്റ്സിനൊരു ഉദ്ദേശമുണ്ട്, ആ 5 മിനിറ്റ്സിനൊരു ഒരു പേർപ്പസ് ഉണ്ട്. ആ പേർപ്പസിനെ ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതും വളരെയധികം ഇമ്പോർട്ടൻ്റാണ്. ആ 5 മിനിറ്റും നിങ്ങൾ സംസാരിക്കുക, അല്ലെങ്കിൽ ഒരു 1-2 സെക്കൻഡോ ഒരു 10, 8, 9 സെക്കൻഡ് മാത്രം ബാക്കി ഇട്ടാലും കുഴപ്പമില്ല. പക്ഷേ മേക്ക് ഷുവർ ദാറ്റ് യു സ്പീക്ക് ദോസ് 5 മിനിറ്റ്സ്. അത് ചെയ്തേ നിങ്ങൾ പറ്റൂ.
ടാസ്ക് ഷോർട്ടാണ്, ചിലപ്പോൾ ഒരു 1-2 മിനിറ്റ് തീരുന്നതിന് മുമ്പ് തന്നെ അത് തീർന്നു എന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യുക, അവിടെ നിർത്തരുത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് സമ്മറൈസ് ചെയ്യാം. സോ നൗ ഐ ലൈക്ക് ടു സമ്മറൈസ്. പിന്നെ കുറച്ച് കാര്യങ്ങൾ സ്ട്രെസ് ചെയ്യാം, വീണ്ടും നമുക്കതിനെ റിയാക്ട്രേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കതിനെ റീഅഷ്യൂർ ചെയ്യാം, സ്ട്രെസ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. സോ ആ റോൾ പ്ലേ കാർഡ് വെച്ചതിന് ശേഷം എത്രത്തോളം നമ്മൾ ആ ഒരു ടൈം ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് കയറാവോ അത്രത്തോളം നിങ്ങൾ ഇൻഫർമേഷൻ നിങ്ങൾ കൊടുക്കുക. നേരത്തെ തീർന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമ്മറൈസ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. സോ അറ്റ് ടൈം നിങ്ങൾ കീപ്പ് അപ്പ് ചെയ്യുക. ദിസ് ഇസ് എ മേജർ നെക്സ്റ്റ് തിങ് ദാറ്റ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. ആൻഡ് മേജർ തിങ്, strictly follow to the ക്രൈറ്റീരിയനെ ഫോളോ ചെയ്ത് വെച്ചിട്ട് വേണം മാത്രം നിങ്ങൾ തുടങ്ങാൻ. ഫോർ എക്സാമ്പിൾ നമുക്ക് പെട്ടെന്ന് പറയുകയാണെങ്കിൽ പ്രൊവൈഡിങ് സ്ട്രക്ചർ എന്ന് പറയുന്ന അതിനകത്ത് നമുക്ക് മേജർലി ഉള്ള സംഭവമാണ് എന്ത്, സീക്വൻസിങ് ഓഫ് ലാംഗ്വേജും സൈൻ പോസ്റ്റിങ്ങും. ഇതൊക്കെ നിർബന്ധമായിട്ടും നിങ്ങൾ ഉപയോഗിക്കേണ്ട കാര്യങ്ങളാണ്. പെട്ടെന്ന് സീക്വൻസിങ് ഓഫ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് കുറേ കാര്യങ്ങൾ പേഷ്യൻറ്റിനോട് കൺവേ ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ഉപയോഗിക്കും, ഫസ്റ്റ്ലി, സെക്കൻഡ്ലി, തേർഡ്ലി എന്നുള്ള രീതിയിലൊക്കെ നമ്മളതിനെ സ്ട്രക്ചർ ചെയ്യും. പിന്നെ സൈൻ പോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ whenever we are shifting from one topic to other നമ്മൾ അതിനെ സൈൻ പോസ്റ്റ് ചെയ്യും. I would like to ask you something regarding more എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ചെയ്യും. സോ beyond to the ക്രൈറ്റീരിയനെ ഫോക്കസ് ചെയ്തതിന് മാത്രം സംസാരിക്കുക. ഡോണ്ട് ഗോ ഔട്ട് ഓഫ് ദ പെർട്ടിക്കുലർ തിങ്. ക്രൈറ്റീരിയ ആണ് നമ്മുടെ എന്തുകൊണ്ട് ആ ക്രൈറ്റീരിയനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്സ് വരുന്നത്. അപ്പോൾ ഇതാണ് മേജർ തിങ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഫൈനലി നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബെറ്റർ കൺക്ലൂഷൻ കൊടുക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. സോ ദീസ് ആർ ദ മേജർ തിങ്സ് ദാറ്റ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്, ഓർ ദീസ് ആർ ദ മേജർ സ്റ്റെപ്സ് ദാറ്റ് യു നീഡ് ടു ഫോളോ വെൻ യു ഗെറ്റ് എ റോൾ പ്ലേ കാർഡ്. അപ്പോൾ നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും, അപ്പോൾ നമ്മൾ എക്സാമിന് പോകുന്നതിന് മുന്നേ നമ്മൾ അക്കാഡമിയിലാണെങ്കിലും ശരി, നമ്മൾ ഫ്രണ്ട്സിനോടാണെങ്കിലും ശരി, നമ്മൾ സ്പീക്കിംഗ് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു സെയിം പ്രിപ്പറേഷൻ രീതിയിൽ, പ്രസൻറ്റേഷൻ, വാമപ്പ് രീതിയിൽ നിങ്ങൾ അതിനെ ഫോളോ ചെയ്ത് പോകുക. അപ്പോൾ പിന്നെ എക്സാമിനായിട്ട് പ്രത്യേകിച്ച് നിങ്ങളൊന്നും ചെയ്യേണ്ട വരില്ല, അത് യൂസ്ഡപ്പ് ആയിക്കോളും. അപ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ കീവേഡ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഐഡൻറ്റിഫൈ ചെയ്യും, നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നിങ്ങൾ ജോട്ട് ചെയ്ത് വയ്ക്കും, ഓട്ടോമാറ്റിക്കലി ഡിഫറെൻറ്റ് ഫ്രേസസ് നിങ്ങളുടെ മൗത്തിൽ വരും. ടൈമിൻ്റെ എക്സീഡ് വരികയാണെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പറയാനായിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും നിങ്ങൾക്ക് വരും. സോ ഇതെല്ലാം നമുക്ക് ഒരു ദിവസം കൊണ്ട് ഇറ്റ് ഇസ് സംതിങ് ഡിഫിക്കൽട്ട് ദാറ്റ് വി ക്യാൻ ക്രിയേറ്റ്. അപ്പോൾ നമ്മളൊരു കറക്റ്റ് പാറ്റേണിൽ വാട്ട് ദാറ്റ് എക്സാം ഡിമാൻഡ്, അല്ലെങ്കിൽ വാട്ട് ദാറ്റ് പെർട്ടിക്കുലർ എക്സാം ഡിമാൻഡ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു സ്റ്റാർട്ട് അവേ പ്രാക്ടീസിങ് തുടങ്ങി കഴിഞ്ഞാൽ ഇതൊന്നും വലിയ സംഭവമൊന്നുമല്ല. നമ്മൾ വേറെ എന്തൊക്കെയോ പ്രാക്ടീസ് ചെയ്യുന്നു, ക്ലാസ്സിൽ പോകുന്നുണ്ട്, വി ആർ നോട്ട് ഫോളോയിങ് ദ കറക്റ്റ് മെത്തേഡ് ആൻഡ് വി ആർ പ്രാക്ടീസിങ് സംതിങ് എൽസ്. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു കംപ്ലീറ്റ് മെസ്സപ്പായിട്ട് നമ്മുടെ ഏത് എക്സാം ആണെങ്കിലും മാറുന്നത്. അപ്പോൾ OET ആണെങ്കിലും ശരി, IELTS ആണെങ്കിലും ശരി, PT ആണെങ്കിലും ശരി, എന്ത് എക്സാം ആണെങ്കിലും ശരി, സാധാരണ നമ്മൾ സ്കൂളിൽ നടക്കുന്ന എന്ത് എക്സാം ആണെങ്കിലും ശരി, എക്സാംസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓരോ എക്സാംസും ഡിമാൻഡ് ചെയ്യുന്ന സംഭവം ചില കാര്യങ്ങളുണ്ട്, അതിനെ ആയിരിക്കണം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ദാറ്റ് ഇസ് കോൾഡ് സ്മാർട്ട് വർക്ക്. ഇതാണ് ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കിനെയും തമ്മിലുള്ള ഡിഫറൻസ്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നത് ശരിയാണ്, പക്ഷേ ആ എക്സാമിൻ്റെ രീതിയിൽ വേണം നമ്മളതിനെ ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട്. വേറൊന്നും ചെയ്തിട്ട് കാര്യമില്ല, ബിക്കോസ് വേറൊന്നും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാർക്സിനെ അത് ഷൂട്ട് ചെയ്യില്ല, മാർക്സിനെ അത് അഫക്റ്റ് ചെയ്യില്ല. സോ നിങ്ങൾ എന്ത് പ്രാക്ടീസ് ചെയ്താലും ശരി, റീഡിംഗ് ആണെങ്കിലും ലിസണിംഗ് ആണെങ്കിലും സ്പീക്കിംഗ് ആണെങ്കിലും റൈറ്റിംഗ് ആണെങ്കിലും OET എന്ത് ഡിമാൻഡ് ചെയ്യുന്നു, OET എന്താണ് അവിടെ ആഗ്രഹിക്കുന്നത്, OET എന്താണ് നിങ്ങളിൽ നിന്നും അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ആ ഒരു പ്രാക്ടീസ് സ്ട്രാറ്റജി, ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ വെച്ച് മുന്നോട്ടേക്ക് പോവുക. സോ ഇതായിരുന്നു നമുക്ക് ഇന്നത്തെ ലൈവ് സെഷനിലുള്ളത്. സോ ഒരു റോൾ പ്ലേ കാർഡ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, വാമപ്പിൽ നിങ്ങൾ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ്, പ്രിപ്പറേഷൻ ടൈമിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, 5 minutes പ്രസൻറ്റേഷൻ ടൈമിലും നിങ്ങൾ എന്തൊക്കെ ചെയ്യുക. ദീസ് ആർ ദ തിങ്സ് ദാറ്റ് വി നീഡ് ടു ക്ലാരിഫൈ. അപ്പോൾ ഇതായിരുന്നു നമ്മൾ പറഞ്ഞ് വന്നത്. ഓക്കെ, സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് തിങ്. ബാക്കിയുള്ളത് നമ്മൾ ചെയ്യേണ്ടതാണ്. ഇതൊരു സ്കെലിറ്റൻ മാത്രമാണ്. അവിടെ എന്തു പറയണം, എങ്ങനെ പറയണം, നിങ്ങളെങ്ങനെ ഇൻറ്റോണേഷൻ കൊണ്ടുവരുന്നു, നിങ്ങൾ എത്രത്തോളം ഫ്രേസസ് കളക്ട് ചെയ്യുന്നു, എത്രത്തോളം ആ പേഴ്സണിനെ അതിൻ്റെ ഉള്ളിലേക്ക് കീപ്പ് ചെയ്യുന്നു, എത്രത്തോളം ഇൻട്രാക്റ്റീവ് ആകുന്നു എന്നുള്ളത് എഫേർട്ട് നിങ്ങൾ എടുക്കേണ്ട കാര്യമാണ്. അതിൻ്റെ സ്കെലിറ്റൻ കംപ്ലീറ്റ് ഇറ്റ് ഇസ് ദെയർ. പിന്നെ നിങ്ങൾ നിങ്ങളുടെ എഫേർട്ട് ഇങ്ങനെ കൂടിയെടുക്കുക. നോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ദിസ് വേൾഡ് ക്യാൻ ഗിവ് 100% ടു യു. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും പറയാൻ പറ്റില്ല. ബാക്കി പറയുന്നതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിങ്ങളുടെ കണ്ണി പൊടിയിടാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്ന് പഠിച്ചോളൂ, നിങ്ങൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഞാൻ നിങ്ങൾക്ക് തരും, അതെല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും പറയുന്ന കാര്യങ്ങളാണ്. ഇൻസ്റ്റിറ്റ്യൂഷന് പറയാൻ പറ്റുന്ന എന്താ, നിങ്ങളിങ്ങനെ സ്പീക്ക് ചെയ്യൂ, നിങ്ങൾ സ്പീക്ക് ചെയ്യുന്നിടത്ത് കറക്റ്റ് ചെയ്യൂ, ഇന്ന ക്രൈറ്റീരിയ നിങ്ങൾ ഉപയോഗിക്കൂ എന്നേ പറയുന്നുള്ളൂ. അല്ലാതെ സ്പീക്കിങ്ങിൽ വന്നിരുന്ന് കഴിയുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ബാക്കിലിരുന്ന് നിങ്ങൾക്ക് മാർക്ക് വരുമോ? തരത്തില്ല. അപ്പോൾ എന്താ, ഇൻസ്റ്റിറ്റ്യൂഷനിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളാണ് അതിനെ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ എത്രത്തോളം അതിനെ
ഇംപ്രൂവ് ചെയ്യുക. സോ ദാറ്റ് ഇസ് എ മേജർ തിങ് ദാറ്റ് യു ഡു. അപ്പോൾ ആദ്യം പറഞ്ഞ പാർട്ട് ആസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ആസ് ഫ്രം എ മെൻറ്റേഴ്സ് ട്രെയിനേഴ്സ് സൈഡ് നിങ്ങൾക്ക് എന്തൊക്കെ തരാമോ അതെല്ലാം ഞങ്ങൾ തരും. ഞങ്ങളെല്ലാം അതിൽ നിന്ന് അഷ്യൂർ ചെയ്യുന്നു. സോ ദിസ് ഇസ് ഇറ്റ്. സോ ദിസ് വാസ് സംതിങ് ദാറ്റ് ഐ നീഡ് ടു കൺവേ ടു യു. അപ്പോൾ ഇതെല്ലാം പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി വിചാരിക്കുന്നു. സോ ഫോളോ ദിസ് ആൻഡ് ഗോ ഫോർ എ perfect preparation method for your speaking session following all these points. So this is something that I need to tell you. So that's it. അപ്പോൾ ഞാൻ ഇന്നത്തെ ലൈവ് സെഷൻ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു. സോ താങ്ക് യു ഫോർ എവറി വൺ ഫോർ ദി ഇൻട്രൊഡക്ഷൻ, താങ്ക് യു ഫോർ ദി കമൻറ്റ്സ് ആൻഡ് താങ്ക് യു ഫോർ ദ പേഷ്യൻസ് ലിസണിങ്. സോ നമ്മളിനി നെക്സ്റ്റ് ടൈമിൽ ഒരു ലൈവിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ ആൻഡ് ദിസ് ഇസ് ഹരി സൈനിങ് ഓഫ്. താങ്ക് യു. IILT, it's my cup of tea.